എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ഹവാക്കർ ശ്രീകണ്ഠൻ നായർ ഷോ പവർഡ് ബൈ ഇൻഷൈ. ശനിയും ഞായറും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സ് ഒരു പുതിയ ഷോ സംപ്രേഷണം ആരംഭിച്ചു. മലയാളി വീട്ടമ്മ. ലോകമെമ്പാടുമുള്ള 4000-ഓളം വീട്ടമ്മമാരിൽ നിന്ന് മലയാളിത്തം കൈവിടാത്ത 18 വീട്ടമ്മമാരിലാണ് ഈ പരീക്ഷണം. ഒരുപക്ഷെ സാധാരണ റിയാലിറ്റി ഷോകളിൽ നിങ്ങൾ കാണാത്ത പലതും ഈ പരിപാടിയിലുണ്ടാവും. നിങ്ങൾ കാണുന്ന പലതും ഇതിൽ ഉണ്ടാവില്ല. മലയാളിയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ മലയാളി അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഘടകങ്ങൾ ഈ പരിപാടിയിൽ ഉണ്ടാകും. മലയാളി വീട്ടമ്മമാരിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ നിങ്ങൾക്ക് കാണണ്ടേ? അവരെല്ലാവരും ഓരോന്നൊന്നര മത്സരാർത്ഥിയാണ്. കാണാൻ പോകുന്ന പൂരമല്ലേ, പറഞ്ഞറിയിക്കേണ്ട. എവിടെയാ വീട്? എവിടെയാ? പേര്? ജുബിത. താങ്കൾ? ജുബിത, നല്ല പേര്. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? ഞാൻ വീട്ടമ്മയാണ്. ആ, വീട്ടമ്മ എന്താ ഒരു കുടുംബ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഭർത്താവ്, 2 കുട്ടികൾ. ആ, ഭർത്താവിനെ സ്വന്തമായി കണ്ടുപിടിച്ചോ വീട്ടുകാർ കണ്ടുപിടിച്ചോ? സ്വന്തമായി കണ്ടുപിടിച്ചതല്ല, വീട്ടുകാർ കണ്ടുപിടിച്ചത്. അതിനുള്ളൊരു അവകാശം ഇല്ലായിരുന്നു? സ്വന്തമായിട്ട് പഠിച്ച കോളേജിലോ പഠിച്ച സ്കൂളിലോ ജോലി ചെയ്ത ഇടവഴികളിലോ ഒന്നും അങ്ങനെ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഇതൊക്കെ കേട്ടാ പുരുഷന്മാർ നാണിച്ചു പോകും. അതാണ് പ്രശ്നം. ആ, ഇല്ല, വീട്ടുകാർ കണ്ടുപിടിച്ചാണ്. കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? 10 വർഷം. 10 വർഷമായി. 10 കൊല്ലം ആയിട്ട് എവിടെ താമസിക്കുന്നത്? അങ്കമാലി തന്നെ. സ്വന്തമായി വീട് വെച്ചോ? സ്വന്തമായി വീടുണ്ട്. വീട് വെച്ചോ. ഈ പ്രോഗ്രാമിലേക്ക് വന്നപ്പോൾ താങ്കളുടെ ഒരു എന്തായിരുന്നു ഒരു പ്രതീക്ഷ? ഈ പ്രോഗ്രാം പഴയ കാലത്തിലേക്കൊരു തിരിഞ്ഞു നോട്ടം, അതാണ് എൻ്റെ മനസ്സിൽ. ഇപ്പോൾ നമ്മൾ കലാലയങ്ങളൊക്കെ ഉപേക്ഷിച്ച നമ്മുടെ കഴിവുകളും കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്കിതിനെ തോന്നുന്നു. ആളെങ്ങനെ പൊതുവെ സ്വഭാവം? എല്ലാത്തിനും സപ്പോർട്ടീവാണ്. ഹസ്ബൻഡ് കാര്യമല്ലേ ചോദിച്ചത്? താങ്കളുടെ കാര്യം ചോദിച്ചത്? എൻ്റെ സ്വഭാവം സപ്പോർട്ട് ചെയ്താൽ താലി കെട്ടാൻ വന്നാൽ ഇവിടെ വന്നിരിക്കും. എനിക്കറിഞ്ഞൂടെ? എൻ്റെ സ്വഭാവം ഞാനല്ലല്ലോ പറയുന്നത്, മറ്റുള്ളവരല്ലേ പറയുന്നത്. എല്ലാ കാര്യത്തിനും കുറച്ച് സ്മാർട്ടായിട്ട് ഇടപെടുന്ന സ്വഭാവക്കാരിയാണോ അതോ വീട്ടിന്റെ മൂലയിൽ കയറിയിരിക്കുന്ന ആളാണോ? അല്ല, വീട്ടിന്റെ മൂലയിൽ കയറിയിരിക്കുന്ന ആളല്ല. എല്ലാ കാര്യത്തിലും ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? പെയിന്റിങ് ചെയ്യാൻ ഇഷ്ടമാണ്, പിന്നെ ഡിസൈൻ ചെയ്യാൻ ഇഷ്ടമാണ്, പിന്നെ കൃഷി താല്പര്യമുണ്ട്. ഏതൊക്കെ കൃഷി? വാഴ, പച്ചക്കറികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. വഴുതനങ്ങ, വെണ്ടയ്ക്ക, പയറ്, അങ്ങനെയുള്ള. പഠിച്ച കാലത്ത് എന്തൊക്കെയായിരുന്നു കൃഷി? പഠിച്ച കാലത്തൊന്നും കൃഷി ചെയ്യില്ല. പയറൊക്കെ ഇടുമായിരുന്നു, പറമ്പുണ്ടായിരുന്നു. അപ്പോൾ ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ ലിറ്റിൽ ഫ്ലവർ. ഏത് കോഴ്സ് കഴിഞ്ഞു? BA എക്കണോമിക്സ്. ഇപ്പോൾ ബയോഡാറ്റ കംപ്ലീറ്റ് ആയോ? എത്ര മക്കളിൽ ഒരാളാണ്? 2 മക്കളിൽ ഒരാളാണ്. 2 മക്കളിൽ ഒരാൾ. മറ്റേ ആൾ എന്ത് ചെയ്യുന്നു? ബാംഗ്ലൂരിൽ സെറ്റിൽ. ആണോ പെണ്ണോ? ആൺകുട്ടി. ഓക്കെ. അയാളെങ്ങനെ ആള്? പാവാണ്. ഇനിയിപ്പോൾ ഒരു ഹസ്ബൻഡിനെ കുറിച്ചുള്ള കുറച്ച് കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ തോന്നുന്നു. പുള്ളിക്കാരൻ പേര്? സിബി എന്നാണ് പേര്. ഇപ്പോൾ ആള് ലോഷൻ ഒരു ബിസിനസ് ചെയ്യുന്നു, ലോഷൻ്റെക്ക്. അങ്കമാലിക്കാരനാണ്. ഞാൻ ബേസിക്കലി പാലക്കാടാണ്. അങ്കമാലിയിലാണ് കല്യാണം കഴിച്ചുകൊണ്ടത്. അദ്ദേഹം ഇങ്ങനെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ആക്റ്റീവ് അല്ലെങ്കിൽ പോലും നല്ല സപ്പോർട്ടീവാണ്. ചെയ്യുന്ന ആൾക്കാരെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു പ്രശംസിക്കാമെന്ന്? ഇല്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ തോന്നി ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ പ്രശ്നമാകുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് വീട്ടമ്മയുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അവസരം കിട്ടും കേട്ടോ. എൻ്റെ ഹസ്ബൻഡിനെ പോലും നല്ല മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ ഇഷ്ടം പോലെ അവസരം കാണും. കാര്യം ഇപ്പോൾ ഓരോ ജഡ്ജിയൊക്കെ വരുമ്പോൾ ചോദിക്കുമല്ലോ വീടെങ്ങനെ. എൻ്റെ കൂട്ടിങ്ങനെ ഇവരൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണുമല്ലോ ഈ പ്രോഗ്രാമിൽ. വെറുതെ പറയുന്നതല്ല സാർ, അതെ, ഞാൻ മാത്രമല്ല, എല്ലാവരും പറയുന്ന കാര്യമാണ്. ഹസ്ബൻഡിനെ പരിചയപ്പെട്ട ആളുകൾ എല്ലാവരും പറയുന്ന കാര്യമാണ്. അത് പറയുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചോണം. മുഖസ്തുതി പറയുന്ന ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലുണ്ട് ഇപ്പോൾ. ശ്രദ്ധിച്ചോണം. അപ്പോൾ താങ്കളുടെ പേര് പറയൂ. എൻ്റെ പേര് ധന്യ, കണ്ണൂരിൽ നിന്ന് വരുന്നു. ഹസ്ബൻഡ്, മോള്, ഹസ്ബൻഡ്, അമ്മ, അച്ഛൻ. എവിടെയാ താമസിക്കുന്നത്? കണ്ണൂർ തന്നെ. ധന്യയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി? 6 വർഷമായി. 6 വർഷം. എങ്ങനെയാ ഈ പരിപാടി ഒന്ന് പെട്ടത്? ഓഡിഷൻ ഉണ്ടെന്ന് TV-യിൽ കണ്ടു, അങ്ങനെ അപ്ലൈ ചെയ്തു. ലാസ്റ്റ് ആയിരുന്നു അപ്ലൈ ചെയ്തത്. ലാസ്റ്റ് നിമിഷത്തിൽ പോയിട്ട് ഓഡിഷൻ കൊടുത്തതാണ്. ധന്യ സാധാരണ എത്ര മണിക്കൂറൊക്കെ ടെലിവിഷൻ കാണും? ഒരു 1 മണിക്കൂർ, മാക്സിമം പോയി 1 മണിക്കൂർ. അതെ, എന്താ 1 മണിക്കൂറായിട്ട്? നമ്മുടെ തന്നെ പരിപാടി 1 മണിക്കൂർ കഴിയും. കോളേജിൽ പഠിക്കുന്നത്, അപ്പൊ ഡേ ടൈം ഒക്കെ കോളേജിലായിരിക്കും. ഇപ്പൊ കോളേജ് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. ധന്യ കോഴ്സ് പഠിച്ചോണ്ടിരിക്കുമ്പോ കല്യാണം കഴിച്ചോ? അല്ല, ജോലി ചെയ്യുമ്പോഴാണ് കല്യാണം കഴിച്ചത്. പിന്നെ വീണ്ടും പഠിക്കാൻ പോയി? വീണ്ടും പഠിക്കാൻ പോയി. 6 വർഷം കഴിച്ചപ്പോഴാണ് മനസ്സിലായി കുറച്ചുകൂടെ പഠിക്കണം. എന്നിട്ട് എന്ത് പഠിച്ചു? ഞാൻ MA ഫിലോസഫി കഴിഞ്ഞതായിരുന്നു 2006. കൂടെ വന്ന ഫിലോസഫർ ആരാ?
എൻ്റെ ഭർത്താവ്. ആ അല്ല ഫിലോസഫർ ഇപ്പൊ വന്നല്ലേ ചോദിച്ചു. അത് എന്താ ചെയ്യുന്ന ചോദിച്ചാ? കേട്ടില്ല. ഹസ്ബൻഡ് എന്ന് പറയുന്ന ഫിലോസഫർ എന്താ ജോലി ചെയ്യുന്നത് ചോദിക്കുന്നു. ദുബായിലാണ്. ഓടിച്ചു വിട്ടാണോ അദ്ദേഹത്തെ? ഈ പ്രോഗ്രാം അവിടെ ഇരുന്ന് കാണുമ്പം അദ്ദേഹത്തോട് എന്ത് പറയുന്നു? ഐ ലവ് യു, എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്. തിരിച്ചത് എന്ത് പറയാൻ സാധ്യതയുണ്ട്? ഐ ലവ് യു ടു എന്ന് പറയൂ. പറയണല്ലോ. പറയണം അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ചേട്ടാ അവിടെ ഇരുന്ന് കാര്യമായിട്ടൊന്ന് പറഞ്ഞോളൂ. ചേട്ടാ അവിടെ നിന്ന് കേട്ടോ. ചേട്ടാ അവിടെ എന്താ ചെയ്യുന്നത്? ദുബായിലെ ഒമാൻ ഇൻഷുറൻസിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ഇടയ്ക്കെങ്ങനെ പോയായിരുന്നു അവിടെ? ഇല്ല, ഞാൻ കല്യാണത്തിന് മുന്നേ കല്യാണം ഏട്ട പോകുന്നതിന് മുമ്പ് പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ ഉടനെ പോയിട്ടുണ്ട്. അച്ഛൻ അവിടെയായിരുന്നു. ഓക്കെ. പിന്നെ ഒന്നുകൂടെ പോകണം. പക്ഷെ നേരത്തെ അറിയിച്ചേക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്താ താങ്കളുടെ പ്രതീക്ഷ? എനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും. എന്തൊക്കെ കാണിക്കാനുള്ള? ഞാൻ പഠിക്കുന്നത് ഇപ്പോൾ ഭരതനാട്യമാണ്. MA ഭരതനാട്യമാണ്. ഫിലോസഫി കൂടാതെ MA ഭരതനാട്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിലോസഫി പഠിച്ചാൽ സാറിന് ഭരതനാട്യത്തിലേക്ക് പോകാൻ സാധ്യതയില്ലല്ലോ. എന്താ അങ്ങനെ വരാൻ കാര്യം? ഭയങ്കര ഡ്യുവാലിറ്റി ആണല്ലോ. നേരത്തെ ഡാൻസിനോട് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലെ പഠിക്കുന്നുണ്ടായിരുന്നു ക്ലാസിക്കലായിട്ട്. കുറച്ചും കൂടെ ഒരു ആധികാരികമായി പഠിക്കണം എന്ന് തോന്നി. അങ്ങനെ സ്റ്റേജ് കിടക്കുവോ? സ്റ്റേജ് ഒരു വീക്ക്നെസ് ആണ്. അപ്പൊ മിക്കവാറും കിടക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായും യൂസ് ചെയ്യാൻ പറ്റും. പരിചയപ്പെട്ടോ? എല്ലാവരും പരിചയപ്പെട്ടു. അപ്പം ജീവിതമൊക്കെ ഇനിയിപ്പോ കുറച്ച് മാസങ്ങൾ നാട്ടുകാർക്ക് സഹിക്കേണ്ടി വരും അല്ലേ? അല്ല, നിങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പല ഓടിയാനുള്ള സാധ്യത തെളിയുന്നു അല്ലേ? ഓക്കെ. ഹായ് ജസ്ന. ഹലോ സർ. ജോലി എയർ ഹോസ്റ്റസ്. നേരത്തെ ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. എങ്ങനെ ഇതിൽ വന്ന് വിട്ടു നമ്മുടെ മലയാളി വീട്ടമ്മേല്? ഓഡിഷൻ കൊടുത്തു. പിന്നെ ഇവിടുന്ന് ഒരു സാർ എന്നെ വിളിച്ചിരുന്നു. ഓഡിഷൻ നന്നായിട്ട് ചെയ്തു എന്ന് വിശ്വസിച്ചു. എന്തായിരുന്നു ഓഡിഷൻ? ഓഡിഷനിൽ എന്നെ കൊണ്ട് പാട്ട് പാടിച്ചു. പിന്നെ ചെറുതായിട്ട്, പ്രൊഫഷണൽ സിംഗർ അല്ല, ചെറുതായിട്ട് പാടും. പിന്നെ എന്നോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. എന്താണ് വീട്ടമ്മ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചോദിച്ചു. വീട്ടമ്മ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? വീട്ടിലെ അമ്മ വീട്ടമ്മ അല്ല, അതൊരു പ്രൊഫഷൻ അല്ല. അത് എല്ലാവരും ഇപ്പോൾ വീട്ടമ്മയെന്ന് നമ്മൾ എപ്പോഴും പ്രൊഫഷൻ ചോദിക്കുമ്പോൾ ജോലി ഇല്ലാത്തവരാണ് വീട്ടമ്മ എന്ന് പറയുന്നത്. എൻ്റെ കോൺസെപ്റ്റിൽ അതല്ല. എല്ലാവരും വീട്ടമ്മയാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഞാനും ഒരു വീട്ടമ്മയാണ്. കാര്യങ്ങളെല്ലാം ചെയ്യും. എന്നാൽ ജോലിക്കും പോകുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തി ഒരു ബാലൻസിൽ കൊണ്ടുപോകുന്നത്. കല്യാണം കഴിച്ചൊരു മോളുണ്ട്. ഇപ്പൊ ഏത് റൂട്ടിലാണ് യാത്ര? ഇപ്പൊ കൂടുതലും കൊച്ചിൻ, ദുബായ്, ഷാർജ, ഇവിടുന്ന് ഗൾഫ് റൂട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. ആകാശമാർഗ്ഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി കേബിൾ വഴി കയറുമ്പോൾ കുറെ സമയം അങ്ങനെ അങ്ങ് പോവില്ലേ? അത് നല്ലതല്ലേ? കാരണം ഒരു ബ്രേക്ക്. പണി പോയി കിട്ടുമോ? പോയി കിട്ടുമെന്ന് തോന്നുന്നു. ഇങ്ങനെ പോയാൽ മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുവാണെങ്കിൽ ആ എയർലൈൻസ് മിക്കവാറും ഇപ്പൊ തന്നെ കോൺഫിഡൻസ് ഇല്ലേ വേറൊരു ജോലിയിലേക്ക് കയറി പോകാനും? ആദ്യം ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ജോലി പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഈ പ്രോഗ്രാമിന് വരണോ എന്ന്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഡെഫിനറ്റ്ലി ഈ പ്രോഗ്രാമിലെ ഏത് എലമെന്റാ ജസ്റ്റിനെ വളരെ ഇതിനോട് അടുപ്പിച്ച് നിർത്തുന്ന കാര്യം? അടിക്കാനുള്ള വഴി ഇതിനകത്ത് ഒത്തിരി ഉണ്ട്. അടുപ്പിച്ച് നിർത്താൻ എന്നെ സംബന്ധിച്ച് ഇവിടെ ഉണ്ടാക്കിയ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ശരിക്കും ഹാപ്പിനെസ് തരുന്നുണ്ട്. ഇവിടെ ഏറ്റവും അടുത്ത സുഹൃത്താരാ ഇതിനകത്ത് കൂട്ടുകാരി? അങ്ങനെ ഒരു ആളായിട്ടില്ല. ഞങ്ങൾ കൂട്ടമായിട്ടിരുന്ന് ശരിക്കും പറഞ്ഞാൽ കുറെ കോമഡി പറയാറുണ്ട്. ശരിക്കും നല്ല രസമാണ്. ആദ്യമായിട്ട് കോമഡി വന്ന ഇവിടെ വന്നതിന് ശേഷമാണോ? വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു? ഞാൻ BSc ഹോസ്പിറ്റാലിറ്റി കഴിഞ്ഞ് ആണ് ജോലിക്ക് കയറിയത്. ഏത് ഹോസ്പിറ്റലാണ് കഴിഞ്ഞത്? അല്ല, ആ ഹോസ്പിറ്റാലിറ്റി തന്നെ ഒരു കോളേജിലായിരിക്കുമല്ലോ. IHM ചെന്നൈ. ഓക്കെ. എനിക്കൊന്നും ആ കോഴ്സ് ഒന്നും കേരളത്തിലില്ലെന്ന് തോന്നുന്നു. കേരളത്തിലുണ്ട്. IHM ഒരു കോളേജ് ഉണ്ട് ട്രിവാൻഡ്രത്ത്. എന്താ അവിടെ പഠിപ്പിക്കുന്ന ഹോസ്പിറ്റാലിറ്റിക്ക്? ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ. മൈക്ക് കൊടുക്കൂ. അദ്ദേഹത്തിന്റെ മൈക്കുണ്ട്. മൈക്കുള്ള ഒരാൾ എന്താ പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് സനം നെൽസൺ. സനം നെൽസൺ നല്ല പേര് അല്ലേ? സനം. താങ്ക് യു. ഇത് വീട്ടിലിട്ട പേരാണോ സർട്ടിഫിക്കറ്റിലുള്ള പേരാണോ? സർട്ടിഫിക്കറ്റിലുള്ള പേരാണ്. എവിടെയാ വീട്? എവിടെയാ? തൃശ്ശൂർ. സനം എത്ര കാലമായി ഒരു വീട്ടമ്മയായിട്ട്? ഞാൻ 13 കൊല്ലായി. 13 കൊല്ലായി. ജോലി എടുക്കുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും അത്? ബൂട്ടിക്കോ? എവിടെയത്? തൃശ്ശൂർ തന്നെ. നിങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ ബൂട്ടിക്കാണോ? അല്ല. എല്ലാം കൂടെ തൃശ്ശൂരിൽ എത്ര ബൂട്ടിക്ക് ഉണ്ട്? കൊറേ ഉണ്ട്. ചായക്കട പോലെ തന്നെ ഇങ്ങനെ കുത്തി നിർത്തിയിരിക്കുക. ഈ ബൂട്ടിക്കിലേക്ക് ആൾക്കാരെ ആകർഷിക്കാൻ എന്താ വഴി? ഇതാണ്
ഇത് മിക്കവാറും ഈ പ്രോഗ്രാം ക്ലിക്കാവുന്നതോടെ താങ്കളുടെ ബൂട്ടിക്കും രക്ഷപ്പെടും. പക്ഷേ അറിഞ്ഞോ അറിയാതെ താങ്കളൊരു കാര്യം ശ്രദ്ധിച്ചോണം, ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാം ഇരിക്കുമ്പം എൻ്റെ ബൂട്ടിക്ക് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോളണം. അല്ലെങ്കിൽ പിന്നെ ഇത് മറന്നു ആൾക്കാർ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിനിടയിൽ തൃശ്ശൂരിലെ ബൂട്ടിക്കിൻ്റെ പേരെന്താ? അനേക. ഓ, ഇതിക്കുള്ള എന്ത് വേണം? കാര്യം ഇതുപോലെ പ്രോഗ്രാമിൽ 10 സെക്കൻഡ് 30,000 രൂപ പരസ്യച്ചാലുള്ള സ്ഥലത്ത് ആയിട്ട് കിട്ടി. ആ, പക്ഷേ ഒരിക്കൽ വന്നാൽ പിന്നീട് വരുമോ അവിടെ? ഇപ്പൊ സ്റ്റാർട്ട് അത് അയാളെ ആശ്രയിച്ചിരിക്കും അതെ, അല്ലേ? ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ നന്നായിട്ട് പോകും. എനിക്ക് തോന്നുന്നത് നമുക്ക് മനസ്സിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. അതെ. നമ്മുടെ കൗൺസിലറെന്ന് കേട്ടപ്പോൾ എന്തൊരു വിഷമം. എന്താണ് കൗൺസിലറെ? അതെ, ഇതൊരു പുതിയ സംഭവം. അതായത് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത, സാധാരണ റിയാലിറ്റി ഷോ ഒക്കെ അന്തർദേശീയ തലത്തിലുള്ള വിഷയങ്ങളൊക്കെയാണ് എടുക്കുന്നത്. നല്ല പാട്ടുകാരെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇത് ഗ്ലോബലി പോകുന്ന സംഭവമാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല, ഒരു ചെറിയൊരു പേട്രിയോട്ടിക് എലമെൻ്റ് അതിനകത്തുള്ളത്. അതായത് മലയാളി ഇപ്പം പ്രത്യേകിച്ചും കേരളത്തിന് വെളിയിലേക്കൊക്കെ സഞ്ചരിക്കും, പല സ്ഥലത്തും പോകുന്ന സമയത്ത് അവർ ചിലർ കാനഡയിൽ താമസിച്ചാലും കോലം എഴുതും, അല്ലെങ്കിൽ ഈ കുട്ടികളെ മലയാളം പഠിപ്പിക്കും. നമ്മുടെ നാട്ടിൽ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ആൾക്കാർ പാടുവിടുമ്പോൾ അമേരിക്കയിൽ നിന്ന് വീട്ടമ്മമാർ അവരെങ്ങനെ മലയാളം പഠിപ്പിക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സംഭവം. അപ്പം ഒരു കുറേ കാലം കഴിയുമ്പോൾ ഇപ്പം ഞാൻ തന്നെ പേടിച്ചിരിക്കുക. അതായത് ടെലിവിഷൻ അവതാരകരായിട്ട് വരുന്ന ആൾക്കാരിപ്പം വായിക്കാനും അനൗൺസ് ചെയ്യാനും ഉള്ളത് ഇംഗ്ലീഷിൽ എഴുതിയാണ് അവർ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് ഒരു 10 വർഷം കൂടെ കഴിഞ്ഞ് ഒരു ടെലിവിഷൻ കച്ചവടം നടത്തുന്ന മുതലാളി വല്ലാണ്ട് പാടുപെടും ഒരു അവതാരകയെ കിട്ടാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു മലയാളിത്വം ആൾക്കാരിൽ കുത്തിവെക്കാനുള്ള ഒരു ശ്രമമാണ് ഈ പ്രോഗ്രാം. വേറെ പറഞ്ഞു കഴിഞ്ഞാൽ മാഡത്തിന് എന്ത് തോന്നുന്നു? അതിനോട് യോജിപ്പാണ്. കാരണം ശരിക്കും ഇന്ന് മലയാളം സംസാരിക്കുന്നത് പോലും ഒരാക്ഷേപം പോലെയാണ് ഇന്നത്തെ ഒരു നിലവാരക്കുറവ്. അതായത് ഒരു പഴയ തലമുറയല്ല, ഇപ്പോൾ ഒരു മീഡിയൻ, ഈ ഒരു മധ്യഭാഗത്ത് വന്നിരിക്കുന്ന ആ ഒരു തലമുറയ്ക്ക് എൻ്റെ മക്കൾ ഇംഗ്ലീഷേ സംസാരിക്കാവൂ, ഇംഗ്ലീഷിൽ സംസാരിച്ചാലേ അതാണ് സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ മലയാളത്തിനെ എന്തോ ഒരു ആക്ഷേപം പോലെ. പക്ഷേ മലയാളം നല്ല മലയാളം ഉണ്ടല്ലോ, അതെങ്ങനെ കിട്ടി? ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിച്ചത്? അല്ലല്ല, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പകർന്നു തന്ന സംസ്കാരം മലയാളത്തിന്. നമ്മുടെ കുട്ടികളെ എങ്ങനെ പഠിപ്പിച്ചു? അത് എൻ്റെ കുട്ടികൾ നന്നായി മലയാളം സംസാരിക്കും, മലയാളം എഴുതും, മലയാളം വായിക്കും. അവർ മലയാളിത്തം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മാഡത്തിന് എന്തായാലും അഭിമാനിക്കാം. കേരളത്തിൽ ഈ കടുവകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ആൾ പറയുന്ന പോലെ ഈ മലയാളികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു പറയും. അപ്പം ചിലപ്പോൾ മക്കളൊക്കെ കാണും, കുറച്ച് പേരെ കാണും കേരളത്തിൽ. 10 വർഷം കഴിയുമ്പോഴുള്ള കാര്യം, ഇപ്പോഴല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഉണ്ട് അത്യാവശ്യം ആൾക്കാർ. അല്ല, എന്നാലും എനിക്ക് തോന്നുന്നത് എല്ലാവരും അങ്ങനെ അതിൻ്റെ പുറകെ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ട്. കാര്യം അറിയാം, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല, സ്വദേശത്ത് നമ്മുടെ ഭാഷയോടൊക്കെ ഉള്ളൊരു സ്നേഹവും താല്പര്യവും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഷോ, ഈ പറയുന്ന ഇതുപോലുള്ള ലൈവ് ഷോകളിൽ അവതാരകരായിട്ട് വരാനായിട്ട് താല്പര്യത്തോടു കൂടി വരുന്ന പെൺകുട്ടികൾ ഒരുപാടുണ്ട്. അവർ ആ മലയാളം നല്ല ഉച്ചാരണത്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. കാരണം അത് അവരുടെ നിലനിൽപ്പിനെ കൂടി ബാധിക്കുന്നതാണെന്നുള്ള ആ ഒരു ഇടയ്ക്ക് ഒരു സമയത്ത് ആ ഒരു മംഗ്ലീഷ് വന്നിരുന്നു. ആ ഒരു മംഗ്ലീഷ്, പക്ഷെ ഇപ്പൊ അത് മാറി വരുന്നുണ്ട്. ആ നിലവാരം മാറി. ഇപ്പൊ ശരിക്കും നല്ല ഉച്ചാരണത്തോടു കൂടിയുള്ള മലയാളം ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതുപോലുള്ള ഷോകളിൽ വരണം, അതിലൂടെ മുന്നോട്ട് വരണം, ഷൈൻ ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളവരും ഉണ്ടാകാം. എത്ര നന്നായിട്ട് താങ്കളുടെ, ഞാൻ വളരെ കാലം തുടങ്ങി താങ്കളുടെ ഷോ മലയാളം പറയൂല, ഇംഗ്ലീഷ് കേട്ടിട്ടില്ലല്ലോ മാഡം, ഓടും. ഓക്കെ, അപ്പം ഞാൻ വരുന്നു. അപ്പോൾ താങ്കളുടെ കുറച്ച് വിശേഷങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കാര്യം? ആള് ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരെയും പറഞ്ഞ് ഗൾഫിൽ വിട്ടിരിക്കുകയാണല്ലോ. അതെ, അവിടെ എന്തെങ്കിലും പുത്തനുണ്ടാക്കിക്കൊണ്ട് വരട്ടെന്നുള്ള പരിപാടിയാണോ ശരിക്കും? അവിടെ പോയിട്ട് അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? എല്ലാം അയച്ചു വരുന്നുണ്ടല്ലോ. DD ആണോ, ബാങ്ക് ട്രാൻസ്ഫർ ആണോ, എന്തായിട്ടാ വന്നിട്ടുണ്ടിരിക്കുന്നത്? എന്ത് വന്നിട്ടും കാര്യമില്ലല്ലോ. എന്ത് മാറാൻ പറ്റുന്നില്ലേ? 24,000 എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ആ, 2 മക്കളാണല്ലോ. 2 മക്കളുണ്ട്. അവരെന്തൊക്കെ ഏത് പ്രായമായി? മോള് 7th പഠിക്കണു, മോൻ LKG. ഈ പ്രോഗ്രാമിൽ എന്തായിരിക്കും നമ്മുടെ ഒരു പെർഫോമൻസ്? തകർക്കും. തകർക്കുവോ? നമ്മൾ തകരുവോ, നിങ്ങൾ തകരുവോ? ആവും. ആരെങ്കിലും തകരുമെന്നുള്ളത് ഉറപ്പായി അല്ലേ? പ്രേക്ഷകർ സൂക്ഷിച്ചോട്ടെ, ജാഗ്രത. അതെ, അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഗ്രൂമിംഗ് ഒക്കെ കിട്ടിയല്ലോ. അപ്പോൾ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് തുടങ്ങി. അപ്പോൾ പ്രേക്ഷകർ യഥാർത്ഥത്തിൽ ഇത് എന്താണെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പം അവർക്ക് കുറച്ചുകൂടെ വിശദാംശങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ എന്താണ് മലയാളി വീട്ടമ്മ എന്ന് തൃശ്ശൂർ റൗണ്ടിൽ വെച്ച് ഒരാൾ പിടിച്ചിരുത്തി ചോദിച്ചാൽ എന്തായിരിക്കും ഭാപതി പറയാൻ പോകുന്നത്? തൃശ്ശൂർ വെച്ച് പറയത്തില്ലല്ലേ? ഇല്ല, തൃശ്ശൂർ വിട്ടേ പറയൂ. മലയാളി വീട്ടമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളി വീട്ടമ്മ എന്താണ്? വാട്ട് ഈസ് മലയാളി വീട്ടമ്മ? എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് മലയാളി വീട്ടമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഒതുങ്ങിയിരിക്കുക,
എന്നുള്ളതാണ് സാധാരണ മലയാളി വീട്ടമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വീട്ടമ്മ അടുക്കളയിൽ തളച്ചിടപ്പെടുന്ന ഒരു യുവതിയാണെന്നാണോ ഒരു കുടുംബിനി? അല്ല, അങ്ങനെയാണ് എല്ലാവരും മലയാളി വീട്ടമ്മേനെ കരുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടെ ഉള്ളവർ എല്ലാവരും വ്യത്യാസമാണ്. എല്ലാവരും ജോലിക്ക് പോയി ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നത്. നിങ്ങളുടെ ഈ കൂട്ടത്തിൽ തീവ്രവാദി ആരാ? അപകടകാരിയായിട്ടുള്ളത് ആരാ? ഞാൻ നിങ്ങളെയൊന്നും പരിചയപ്പെടാൻ പറ്റില്ല എനിക്ക്. അങ്ങനെ ആരുമില്ല, മോശല്ലേ, ഞങ്ങൾ എല്ലാവരും അത്യാവശ്യം കുഴപ്പക്കാരാ. ഒരു തൃശ്ശൂർ പൂരത്തിലുള്ളവരുണ്ട്, ഒരു തൃശ്ശൂർ പൂരത്തിലുള്ളവരുണ്ടല്ലേ. അപ്പോൾ താങ്കളെ തന്നെ കണ്ടുപിടിക്കാം അല്ലേ? എന്താണ് താങ്കളുടെ പേര്? ഫെമി ബൈജു. ഫെമി ബൈജു. ബൈജു ഭർത്താവാണ്. അദ്ദേഹം എവിടെയുണ്ട്? ഇപ്പൊ നാട്ടിലുണ്ട്. സിംഗപ്പൂരായിരുന്നു. സിംഗപ്പൂരായിരുന്നു നിങ്ങൾ? അല്ല, ഹസ്ബൻഡ് സിംഗപ്പൂരായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. താങ്കൾ എവിടെയാ പൂജാതയായത്? പൂജാത ജനിച്ച സ്ഥലം, ബർത്ത് പ്ലേസ്? തുമ്പൂര്. തുമ്പൂര് എന്ന് പറയുന്ന സ്ഥലം എവിടെയായിട്ട് വരും? ചാലക്കുടി കഴിഞ്ഞ് തുമ്പൂര് അല്ലേ? ഓക്കെ. ഇതൊക്കെ കുറെ കൊല്ലത്തിന് മുമ്പുള്ള സംഭവമല്ലേ ഈ ജനിച്ചതും അല്ലേ? ഓക്കെ. ഈ പ്രോഗ്രാമിൽ വന്നത് ഓഡിഷൻ വഴി. എന്തായിരുന്നു ലക്ഷ്യം? പ്രശസ്തയാവുക, ഒരു ഫേമസ് ഇല്ല, ബുട്ടീക്ക് ഒന്നും അത് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അത് എനിക്കറിയില്ല, അതുകൊണ്ട് അങ്ങനെയല്ല. ഫേമസ് ആവാ, പിന്നെ പഴയ പോലെ ഇപ്പം ഞാൻ കോളേജിൽ പോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 12th വരെ മാത്രം എനിക്ക് ഒരു എല്ലാ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡാൻസ് കളിക്കും. ഇപ്പൊ വീട്ടിൽ ഇപ്പൊ ഹസ്ബൻഡ് കളിച്ചിട്ടുണ്ട്. എങ്ങനെ അങ്ങനെയൊന്നുമല്ല, ക്ലാസിക്കൽ ഒന്നും ഞാൻ കളിച്ചിട്ടില്ല. സ്റ്റേജിൽ മീൻസ് സിനിമാറ്റിക് സ്കിറ്റ് അതിനൊക്കെ കയറിയിട്ടുണ്ട്. ഏത് കോളേജിലായിരുന്നു ആ ഭാഗ്യം കിട്ടിയത്? ഞാൻ 12th വരെ പഠിച്ചത് ഉത്തരാഞ്ചലിലാണ്. ഉത്തരാഞ്ചലാണ് ഞങ്ങൾ സെറ്റിൽഡ്. സഹിച്ചു, ഇതുവരെ സഹിച്ചിട്ടുണ്ട്. അവരെ ക്ഷമാശീലം ഞാൻ ഇത് ചെയ്യുന്നു കേട്ടോ. പിന്നെ നഴ്സിംഗ് ആണ് ഞാൻ പഠിച്ചത്, അത് ആന്ധ്രയിൽ. താങ്കളിപ്പോ ജോലി എടുക്കുന്നുണ്ടോ? എവിടെ? ഞാൻ സാന്റാ മോണിക്കയില് കരിയർ അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എപ്പോഴും അഡ്വൈസ് സമയം കിട്ടുക ഇനിയിപ്പോ? അല്ല, അത് ഞാൻ അതിന് പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ വീട്ടമ്മയില് താങ്കൾ വന്നു. കാരണം ഇതൊരു പുതിയ പരീക്ഷണമാണ് മലയാള ടെലിവിഷനിൽ. ഒരുപക്ഷെ വേൾഡ് ടെലിവിഷനിൽ തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ നമ്മളങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ പ്രോഗ്രാം എന്നൊന്നും പറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കുന്നില്ല. എന്നാലും മലയാളത്തിലും ഇന്ത്യയിലും ഇത് ഇങ്ങനൊരു സംഭവം ആദ്യം ഒരു ഭാഷയിലും ഇങ്ങനൊരു സംഭവം വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു ഭാഷയെ നമ്മൾ പ്രതിരോധിച്ചുകൊണ്ട് ഒരു ഇത് വരുന്നത്. ഇതൊരു ഒരുപക്ഷെ ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇതിങ്ങനൊരു ഷോ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ മുൻ ടോർച്ച് ലൈറ്റുമായിട്ട് നിങ്ങളാണ് നടക്കേണ്ടത്. തീർച്ചയായിട്ടും അതിനുള്ളൊരു ധൈര്യമൊക്കെ ഉണ്ടല്ലോ? ധൈര്യമുണ്ട്. ഇനിയിപ്പം അങ്ങോട്ട് പോകുന്ന സമയത്ത് പ്രേക്ഷകർക്ക് പേടിക്കേണ്ട കാര്യങ്ങൾ വല്ലതും ഉണ്ടാവുമോ? പ്രേക്ഷകർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, സപ്പോർട്ട് ചെയ്താൽ മതി. അവരുടെ ഏത് സപ്പോർട്ടാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്തായാലും വോട്ടിംഗ് ഇല്ലല്ലോ, അപ്പോൾ ഒരു ഫിസിക്കൽ ആയിട്ടാണെങ്കിലും മെന്റൽ ആയിട്ടാണെങ്കിലും ഒരു സപ്പോർട്ട്. ലൈക്ക് അവർ പറയാ നമ്മളോട്, ഇപ്പം നമ്മുടെ പെർഫോമൻസ് ബേസ്, ഇപ്പം എന്നെ തന്നെ ആയിരിക്കണമെന്നില്ല, അവർക്ക് ആരെയാണ് തോന്നുന്നത്, ഞങ്ങൾ 20 പേരിൽ ആരെയായിരിക്കും അവർക്കൊരു മലയാളി വീട്ടമ്മയായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്, അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഇന്നോവ കാറും പിന്നെ സൗരോർജവും സോളാർ എനർജി എന്ന് ഇപ്പോൾ പറയാൻ പാടില്ല, സൗരോർജവും പിന്നെ ഒരു ഫ്ലാറ്റും അല്ലേ? ഇതെല്ലാം കൊച്ചിയിലാണോ കിട്ടുന്നത്? അപ്പോൾ താമസം കൊച്ചിക്ക് മാറ്റേണ്ടി വരുമോ? അല്ല, ഞാൻ ഓൾറെഡി ബേസിക്കലി വരാപ്പുഴ തന്നെയാണ്, എറണാകുളം തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ ജാഗ്രതയായിട്ടിരുന്നോട്ട് അല്ലേ? ഓക്കെ, നിങ്ങൾ കേട്ടല്ലേ? അപ്പോൾ മൈക്ക് കൊടുത്ത് ഉറക്കം വരുന്നോ? ഇങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? ഇനിയിപ്പോൾ ഉറക്കം വരാത്ത രാത്രികളായിരിക്കണം. എന്താ പേര്? രമ്യ. ഇത്തിരി അടുപ്പിച്ചു. രമ്യ, മലപ്പുറം അത്താണിക്കൽ നിന്ന് വരുന്നു. രമ്യ കളി തുടങ്ങിയോ ഇതിനകത്ത് വീട്ടമ്മയില്? ഓ, ഞാൻ വീട്ടിലേ ഭയങ്കര കളിയായിരുന്നല്ലേ? രമ്യയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ അച്ഛനും അമ്മ. അവരുള്ളൊക്കെ അവരവിടെ തന്നെ ഉണ്ടോ ഇപ്പോഴും? ഉണ്ട് അല്ലേ? ആരാ കൂടെ വന്നത് ഇങ്ങോട്ട് വന്നപ്പോ? അമ്മയാ വന്നത്. അമ്മ എന്ത് ഇതിനകത്ത് ആരാ ചേരാൻ പറഞ്ഞത് ഈ പ്രോഗ്രാമില്? അമ്മ നല്ല സപ്പോർട്ട്. എന്ത് പ്രതീക്ഷ വന്നത്? ഫ്ലാറ്റിന് വേണ്ടിയുള്ള ഒരു എനിക്കൊന്ന് നിങ്ങൾക്ക് ഒരു ക്രൗണും ഒക്കെ തരും തോന്നുന്നു. ഒരു ഹോളണ്ടിലെ അത് തല വെച്ചിട്ടുണ്ടോ? വേറെ വല്ലതും തല ഇരുന്നിട്ടുണ്ടോ പേനല്ലാതെ? അപ്പൊ ഇതൊരു വലിയൊരു സംഭവമാണ് കിട്ടാൻ പോകുന്നത്. കാരണം ആ സിംഹാസനം വെച്ചാൽ ലോക മലയാളി വീട്ടമ്മ നെറ്റിയിൽ നെറുകയിൽ എഴുതി വെച്ചിട്ട് നാട്ടും പുറത്തിറങ്ങും നഗരത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു കാഴ്ച ഉണ്ടാകാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. പറഞ്ഞല്ലോ, എന്റെ ശരീരം മൊത്തം ഗുളികയാ. ഓക്കെ. അപ്പോൾ മാത്രമല്ല ഞാൻ പറഞ്ഞത് സംഭവിക്കും. ഞാൻ അത് കാരണം താങ്കളുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയാത്തത്. പറഞ്ഞാൽ അതുപോലെ സംഭവിച്ചു. അതുകൊണ്ടാണ് ഞാൻ പഠനം എവിടെയായിരുന്നു? വിദ്യാഭ്യാസം ഇവിടെ നാട്ടിൽ തന്നെ. ഡിഗ്രി ചെയ്തിരിക്കുന്നത് കോയമ്പത്തൂരായിരുന്നു. കോയമ്പത്തൂരിൽ എവിടെ? കോയമ്പത്തൂര് ഈറോഡ്. തമിഴ് തെരിയോ?
കൊഞ്ചം കൊഞ്ചം ആ കൊഞ്ചം കൊഞ്ചം മതി. അത് അത് തന്നെ ഇവർക്ക് പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട്. ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസ് പറയൂ. ഹസ്ബൻഡ് ആദ്യം ഗൾഫിലായിരുന്നു, ഇപ്പൊ റിസൈൻ ചെയ്ത്. എത്ര പോലീസ് കേസ്? അയ്യോ ഒന്നുമില്ല. നിലവിലൊന്നുമില്ല. അങ്ങേരിപ്പോ വികാരം എന്നെ അടിച്ച് പറ്റിക്കും കേട്ടോ. ആ ഓക്കെ. ഇപ്പൊ ഇവിടെ നാട്ടില് ഈ നാട്ടിൽ നന്നായി ജീവിച്ചു എന്നൊക്കെ അറിയണമെങ്കിൽ 1-2 പോലീസ് കേസും സർക്കാർ 2 പെറ്റീഷനും കൊടുക്കണം. ഇപ്പൊ നാട്ടില് ഇപ്പൊ താനൂര് ബാങ്കില്. ആ ഈ പ്രോഗ്രാമിന് വരുമ്പോൾ താങ്കളുടെ മനസ്സിലൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ. ഈ പ്രോഗ്രാം വന്നു കഴിഞ്ഞപ്പോഴും താങ്കളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു കാര്യം ഉണ്ടല്ലോ. അത് തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇപ്പോൾ വന്ന് പ്രതീക്ഷയും കഴിഞ്ഞപ്പോഴുള്ള സ്വപ്നവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ ബന്ധമുണ്ട്. പണ്ടേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ TV വരാനാണോ അതോ സ്ക്രീനിൽ വരണം, എല്ലാവരും ഒന്ന് ഈ മുഖം ഫോട്ടോജനിക്കാന്ന് ആരെങ്കിലും കള്ളത്തരം പറഞ്ഞോ? അങ്ങനെ പറയിപ്പിച്ചിട്ടുണ്ട്. ആരെ കൊണ്ട്? പറഞ്ഞിട്ടില്ല. അമ്മയോ? വീട്ടുകാരെ കൊണ്ടും പിന്നെ ഫ്രണ്ട്സിനെ കൊണ്ടും. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ക്യാമറയ്ക്ക് പറ്റിയ മുഖമായത്. എനിക്ക് ഏത് മുഖം ക്യാമറ ഒപ്പ് കൊടുക്കും? സാറേ അത് സത്യം. ഞാൻ കള്ളം പറഞ്ഞതല്ല. ഞാൻ ഇതൊന്നും കൂടുതൽ ആൾക്കാരോട് പറയണ്ട. എല്ലാവരും 32 ലക്ഷം ആൾക്കാരോട് പറഞ്ഞു കാണും. അല്ല ഇത് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഈ ക്യാമറ ഒരു ഇന്ദ്രജാലം കാണിക്കുന്ന സാധനമാണ്. ആരെ ആകാശത്തോളം ഉയർത്തുന്നു പറയാൻ പറ്റത്തില്ല, പാതാളത്തോളം ആരെ താഴ്ത്തുന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും വളരെ ഒരുപക്ഷെ നിങ്ങളൊക്കെ സിനിമാ താരങ്ങളാവാനുള്ള സാധ്യതയുണ്ട്. നല്ല താല്പര്യമുണ്ട്. എന്നോടൊരു സിനിമാ സംവിധാനം ചോദിച്ചു ഈ പ്രോഗ്രാം എന്നാ തുടങ്ങുന്നത്. ഞാൻ ചോദിച്ചു ഓഫ് ചെയ്യാനാണോ എന്ന് ചോദിച്ചു. അല്ലല്ല, ഇതിനകത്ത് 2 ആർട്ടിസ്റ്റിനെ കണ്ടുപിടിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സാധ്യതകൾ തെളിഞ്ഞു വരിക. ഇപ്പം നാളത്തെ ഒരു മഞ്ജു വാര്യരാകില്ലെന്ന് ആരറിഞ്ഞു? മഞ്ജു ക്ഷമിച്ചേക്കൂ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് പറയൂ. പിന്നെ 2 മക്കളാണ്. അവരെന്ത് ചെയ്യുന്നു? മോൾക്കിപ്പോ 4 വയസ്സ് ഋതിക, പിന്നെ മോൻ 1 വയസ്സാവണു. കല്യാണം കഴിച്ചതിന് ശേഷം സംതൃപ്തിയാണോ? ഓ പറയാറായിട്ടില്ല. അല്ല സംതൃപ്തിയാണ്. വീട്ടിൽ പോണ്ടേ? സംതൃപ്തിയാണ്. ഓക്കെ നന്നായി. ഇനിയിപ്പോൾ ഞാൻ കുറച്ചിങ്ങോട്ട് വരാം അല്ലേ? ഓക്കെ. താങ്കളുടെ പേര് പറഞ്ഞില്ല. അഞ്ജലി മാത്യു. അഞ്ജലിയുടെ വീട് എവിടെയാ? എൻ്റെ വീട് ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. കണ്ണൂർ. നിങ്ങൾ കണ്ണൂർക്കാർ ഒരുപാട് ആൾക്കാരുണ്ടോ ഇതിനകത്ത്? 2 പേരുണ്ട്. ഓക്കെ. കണ്ണൂർ പറഞ്ഞത് ഞങ്ങളെ പേടിപ്പിക്കണ്ട. കണ്ണൂരിൽ എവിടെയാണ്? കണ്ണൂർ കൊമ്മേരി എന്ന് പറഞ്ഞ. കൊമ്മേരി. അത് ഏത് റൂട്ടിലോട്ട് പോകണം? അത് കൂത്തുപറമ്പ് മാനന്തവാടി. നിങ്ങളുടെ വീടിനടുത്താണോ നാഷണൽ ഹൈവേ ഉള്ളത്? അതെ. എത്ര കിലോമീറ്റർ പോകണം അവിടുന്ന്? അവിടുന്ന് ഒരു 35 കിലോമീറ്റർ. നാഷണൽ ഹൈവേ ഓർമ്മയുണ്ടല്ലോ. പ്രോഗ്രാം നന്നായില്ല, ഹൈവേ വഴി പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ മലയാളി വീട്ടമ്മയായിട്ട് അവതരിക്കും എന്നുള്ള ഉറപ്പായി അല്ലേ? എന്തായിരിക്കും? സ്റ്റാർ ആവുമോ? സ്റ്റാർ ആവണം. ഒരു കാര്യം സത്യമാണ്, നിങ്ങളിൽ ആർക്ക് സിംഹാസനം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആരായാലും നിങ്ങളെല്ലാവരും വളരെ പോപ്പുലർ ആവാൻ പോവുകയാണ്. കാരണം ഞാൻ ഇതുപോലൊരു പ്രവചനം ഞാൻ ആദ്യം നടത്തിയത് ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗറിലാണ്. അതിലെ ആദ്യത്തെ സീസണിലെ മത്സരാർത്ഥികളെ അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും വലിയ സ്റ്റാർ ആവാൻ പോകുമെന്ന് പറഞ്ഞു. അന്ന് എനിക്കൊരു ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ അന്നത് പറഞ്ഞത്, ഈ പ്രോഗ്രാം വിജയിക്കാൻ വേണ്ടി. പക്ഷേ ഇതങ്ങനെയല്ല. ഞാനിപ്പോൾ നല്ല ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത് തന്നെ ഇവിടെ. അപ്പോൾ നിങ്ങളെല്ലാം ആർക്ക് സമ്മാനം കിട്ടിയാലും നിങ്ങളെല്ലാവരും വലിയ താരങ്ങളാവും. അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കാം. അപ്പോൾ ഇനി നിങ്ങളുടെ മനസ്സിലെ ഒരു വീട്ടമ്മ ആരാണ്? എൻ്റെ മനസ്സിൽ വീടിനകത്തും വീടിന് പുറത്തും ഒരേപോലെ അതായത് ഒരു സ്ത്രീ എന്നുള്ളത് അകത്ത് മാത്രം ഇരിക്കരുത്, പുറത്തും വീട്ടിലെ എല്ലാ കാര്യങ്ങളും, ഈവൻ മാർക്കറ്റിൽ പോകുന്നത് മുതൽ എന്ത് കാര്യമായാലും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വീട്ടമ്മേനെയാണ് ഞാൻ ആഗ്രഹിക്കണേ. ഞാൻ അങ്ങനെ ആവണം. വഴിതെറ്റി നടന്ന കൈകാര്യം ചെയ്യാനുള്ള കരുത്തുണ്ടോ? വഴി തെറ്റിപ്പോയാൽ തിരിച്ചു കൊണ്ടുവരാൻ ശരിയായി നടക്കുന്നത് പിന്നെ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ആ വഴിക്കാൻ പോവില്ല. അല്ല, നേരെ നടന്നില്ലെങ്കിൽ തീർച്ചയായും പുള്ളി കരുതിയിരുന്നോട്ടെ. അതെ. എന്താ പേര്? ദിനി ജാസു. നമ്മളെവിടെയെല്ലാം വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. എനിക്ക് പക്ഷെ എവിടെ വെച്ച് ഒരു കണ്ട പരിപാടി സിനിമയിലല്ലോ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. നാടകത്തില്? സാറിനൊന്നും തോന്നില്ലെങ്കിൽ ഒരു കാര്യം പറയാം. എന്നെ കാണുന്നവരും അറിയും. ഈ ഒരു പോർഷൻ കൊണ്ട് സുജാത ചേച്ചി ക്ഷമിക്കണം, ചായ തോന്നുന്നുണ്ടെന്ന്. കറക്റ്റ്. സുജുവിന്റെ അതേ ചായ. അയ്യോ. ഓക്കെ. സുജാതയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. സുജാതയാണെങ്കിൽ എപ്പോഴും ഉണ്ടല്ലോ. സുജാതയാണെങ്കിൽ എപ്പോഴും സുജാതയെ പോലുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അതാ ഏറ്റവും. സുജാതയെക്കാളും സ്നേഹം അവരോടാണ്. ഒന്ന് ക്ലോസ് ചെയ്യണേ. മദ്രാസിലിരുന്ന് ചെന്നൈയിലിരുന്ന് സുജാതയ്ക്ക് ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് ക്ലോസ് അപ്പ് ആക്കിക്കോളൂ. ക്ലോസ് ആയി കേട്ടോ. സുജാത ക്ലോസ് ആയ ഇല്ല. അത് നന്നായി. എന്താ പേര്? ദിനിജ സുനിൽ. താങ്കളോട് ചേർന്ന് ഒരു 6-7 പേര് സുജാതയുടെ അതേ ഫേസ് ഉള്ളവരുണ്ട് കേട്ടാ. ദിനിജ സുനിൽ എന്ന് പറയുമ്പോൾ എവിടെയായിട്ട് വീട് വരും? തൃശ്ശൂരാണ് സ്ഥലം.
ഇതിപ്പോ തൃശ്ശൂക്കാരെ കൊണ്ട് നമ്മൾ വലയുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഇതെല്ലാം കൂടി ഇപ്പൊ 5-6 പേരായാലും ബൂട്ടിക്ക് തുടങ്ങിയോ അവിടെ? സർ എന്തായാലും പൂരത്തിന് വരണമല്ലോ. അപ്പൊ ഒരു ഇതിന് പൂരമായിരിക്കും. ഇത് അമിട്ട് പൊട്ടാൻ പോവാ കേട്ടോ. അവസാനത്തെ ലാസ്റ്റിലെ ഒരു സാധനം ഉണ്ടല്ലോ, തൃശ്ശൂർ പൂരത്തിൽ ലാസ്റ്റ് പൊട്ടുന്ന ഒരു അമിട്ടില്ലേ, ഒരു അപകടം പിടിച്ച പേരുള്ള ഒരു അമിട്ടില്ലേ, അത് മിക്കവാറും പൊട്ടുകൂടും. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. തൃശ്ശൂരിൽ എവിടെയാ താമസിക്കുന്നത്? നാട്ടികയാണ് സ്ഥലം. നാട്ടിക ബീച്ചിന്റെ അപ്പുറം വരുമോ? യൂസഫ് അലിക്കയുടെ വീടിനോട് അടുത്തായിട്ട് വരും. നിങ്ങൾ പാട്ടെഴുത്തൊക്കെ ഉണ്ടോ? അല്ല അല്ല, ഞാൻ ചോദിച്ചു യൂസഫ്. ഓക്കെ മനസ്സിലായി. ആ യൂസഫ് അലി അല്ല, യൂസഫ് അലി കേച്ചേരി അല്ല, എം.എ. യൂസഫ് അലി. ഓക്കെ, അദ്ദേഹത്തിന്റെ വീടിന് അടുത്താണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇതിൽ വരാൻ കാര്യം എന്താ? ഇതിൽ വരാൻ കാര്യം ഹസ്ബൻഡാണ് കാര്യം. ഹസ്ബൻഡിനെ കൊണ്ടുള്ള ശല്യം കൊണ്ട് വന്നാണോ? ഇല്ല, ആള് നാട്ടിലില്ല. ഓക്കെ, റെഡി. എന്നിട്ട് ആൾക്ക് ഭയങ്കര താല്പര്യമാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ചെറിയ കഴിവുണ്ടെങ്കിൽ തന്നെ അത് ഇങ്ങനെ മൂടി വെച്ചിട്ട്. ഭൂലോകത്തിൽ പുള്ളി എവിടെയായിപ്പോ ഉള്ളത്? ആള് ഒമാനിലാണ്. ഒമാനിലല്ലേ? ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുമോ? 2 വർഷം കൂടുമ്പോഴാണ് ലീവ്. 2 വർഷം കൂടുമ്പോഴാണ് ലീവ്. അപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇപ്പൊ ഒരു സന്തോഷം എന്തായിരിക്കും അറിയാമോ? അദ്ദേഹത്തിന് ഇനിയിപ്പം അവിടെ ഒമാനിലിരുന്ന് ഇപ്പൊ ശനി ഞായറുമാണല്ലോ ഈ പ്രോഗ്രാം വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊമോയിലൊക്കെ ഇങ്ങനെ സ്വന്തം ഭാര്യയുടെ സുന്ദരമായ മുഖമൊക്കെ കണ്ട് അദ്ദേഹത്തിന് സന്തോഷമായിട്ട് ഇങ്ങനെ ഏകാന്തത നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് അല്ല എന്നും കാണുന്നുണ്ടല്ലോ IMOയില് വീഡിയോ കോൾ എന്ന് സംസാരിക്കുവോ? എന്തു ഇത്ര പറയാനായിട്ട്? അവിടെ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ടല്ലേ സമയം പോകാം. നന്നായി. അപ്പൊ എന്തായിരിക്കും ഈ പ്രോഗ്രാം നിങ്ങൾ തകർക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ കാരണം ഇതിന്റെ ഈ പ്രോഗ്രാമിന് ഷൂട്ടിങ്ങിന് പോയ ഛായാഗ്രാഹകരുണ്ടല്ലോ, നിങ്ങളെയൊക്കെ ഒപ്പിയെടുക്കാമെന്നവർ, അവരൊക്കെ നിങ്ങളെക്കുറിച്ച് വലിയ അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ചിലത് പറഞ്ഞ് അത് ഞാൻ ഇപ്പോൾ പറയത്തില്ല, നിങ്ങളെല്ലാം സമ്മാനം കിട്ടിയതിന് വിഷയം പറയൂ. അപ്പോൾ ഈ പ്രോഗ്രാം എങ്ങനെയായിരിക്കും പ്രേക്ഷകർ സ്വീകരിക്കാൻ പോകുന്നത്? ഒരു പ്രവചനം നടത്തിയാൽ അവര് 2 കൈകളും നീട്ടി തന്നെ സ്വീകരിക്കും. അതായത് നല്ലൊരു പ്രോഗ്രാം ആണത്. അപ്പം അവർക്ക് ഇല്ല അങ്ങനെയല്ല, ഒരിക്കലും ഒരു ബോറിംഗ് ആയിരിക്കില്ല. അത് നമുക്ക് ഉറപ്പല്ലേ? എന്തൊക്കെയാ കലാപ്രവർത്തനം ഉള്ളത്? അത്യാവശ്യം ഡാൻസ് ഉണ്ട്. പാട്ടുണ്ടോ? പാട്ടില്ല, മോളായ പിന്നെ കുറച്ചൊക്കെ പാടി തുടങ്ങി. മോൾക്ക് വേണ്ടി പാടും അല്ലേ? ഡാൻസ് ഉണ്ട്. പിന്നെ ഇല്ല, അത്രേ തന്നെ. ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യും. ഓക്കെ. അപ്പൊ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബിസിനസ് അങ്ങനെ ചെയ്യുന്നുണ്ടോ? ജോലി? ഞാൻ അധ്യാപികയാണ്, തൃശ്ശൂർ വിമല കോളേജ് അധ്യാപികയാണോ? എന്റെ പൊന്നെ, ഇനിയിപ്പോ കോളേജിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോണ്ടി വരില്ലേ? അപ്പോ സിസ്റ്റർ, അവിടുത്തെ പ്രിൻസിപ്പൽ സിസ്റ്ററും ഞങ്ങളുടെ HOD ഹോൾ ഡിപ്പാർട്ട്മെന്റ് നല്ല സപ്പോർട്ടാണ്. ആണ്. ഹായ് സിസ്റ്റർ. സിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപകടം മനസ്സിലായല്ലോ. സിസ്റ്ററോട് ഞാൻ ഇത് ആദ്യം പറഞ്ഞപ്പോ സിസ്റ്റർ എന്നോട് നിങ്ങൾക്കുള്ള ഒരു അവസരം ഞാനായിട്ട് കളയില്ല, നിങ്ങൾ പോയി വിൻ ചെയ്തിട്ട് വരൂ. അതായത് കുട്ടികൾക്ക് ഇത് കണ്ടിട്ട് അവർക്കൊരു മാതൃക ആവണം എന്നാ പറഞ്ഞത്. ഒരു കാര്യം സത്യ, വിമല കോളേജിന്റെ പേര് ലക്ഷക്കണക്കിന് ആൾക്കാർ വീണ്ടും വീണ്ടും ഓരോ ദിവസം ഓർക്കാൻ പോവാ. ഗുണമായാലും ദോഷമായാലും ഗുണമാവുള്ളൂ സർ. ഗുണമാവും. ഞാൻ പിന്നെ പറയുമ്പോൾ അതും കൂടെ പറയണല്ലോ, ഞാനൊരു പ്രിക്കോഷൻ എടുക്കണ്ടേ, അതുകൊണ്ട് വേണ്ടി പറഞ്ഞത്. പക്ഷേ ഇത് ഗുണമായിരിക്കും കേട്ടോ. വിമല കോളേജിലെ അധ്യാപകരും വിമല കോളേജിലെ പ്രിൻസിപ്പലും നമ്മുടെ സിസ്റ്ററും കുട്ടികളും അല്ലേ, ഭയങ്കര പിൻബലമല്ലേ അവിടെ അല്ലേ? ടീച്ചർ എന്തോ പഠിപ്പിക്കുന്ന വിഷയം അവിടെ? ഞാൻ അവിടെ ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ടെക്സ്റ്റൈൽസ് ആൻഡ് ഫാഷൻ ടെക്നോളജി. ഓക്കെ. അത് എന്തോ പഠിപ്പിക്കാനുള്ളത്? അത് കുറെ പഠിക്കാനുണ്ട്. എന്തൊക്കെയാ വിശേഷങ്ങൾ? ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? സുഖം സർ. സുഖം തന്നെ അല്ലേ? കണ്ടിട്ടൊരു കൊടുങ്ങല്ലൂരുകാരിയുടെ മട്ടുണ്ടല്ലോ. അല്ല, കോട്ടയം. കോട്ടയമാണ്. കൊടുങ്ങല്ലൂരും കോട്ടയമായിട്ട് എന്തോ ബന്ധം? കൊടുങ്ങല്ലൂരും കോട്ടയം. കൊടുങ്ങല്ലൂർ ഇത് കോട്ടയമാണ്. അത് ആ 2 ബന്ധമുണ്ട്. അല്ല, കണ്ടാലൊരു കൊടുങ്ങല്ലൂര് ഇല്ലല്ലോ. എന്താ പേര്? എനിക്ക് കണ്ടപ്പോ തോന്നിയതാ കേട്ടോ, കൊടുങ്ങല്ലൂര് ഭരണിക്ക് വെച്ച് കണ്ടതുപോലെ. മനസ്സിലായി. ഇല്ലല്ലോ. ഭരണിക്കൊന്നും പോയിട്ടില്ലയോ? ഇല്ല, ഞാൻ പോയിട്ടില്ല. ഐ.വി. ശശി വരെ ഭരണിക്കകത്തായെന്നാ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ ഇതുവരെ ഒഴിവ് പോയില്ല അല്ലേ? പേര് പറഞ്ഞില്ല. എന്റെ പേര് രാജി. നാട് കോട്ടയം. കോട്ടയം ചങ്ങനാശ്ശേരിയാണ് എന്റെ വീട്. ഹസ്ബൻഡിന്റെ വീട് കോട്ടയം പ്രോപ്പർ കോട്ടയമാണ്. ഞങ്ങൾ ദുബായിൽ സെറ്റിൽഡ് ആണ്. ഹസ്ബൻഡിന്റെ പേര് മനു. ഒരു കുഞ്ഞുണ്ട്, 1.5 വയസ്സുള്ളൊരു മകളുണ്ട്. അപ്പൊ ദുബായിൽ നിന്ന് പറന്നു വരുവാണോ ഈ പ്രോഗ്രാം? അതെ, പറന്നു വന്നതാണിപ്പോ. പറന്നങ്ങ് പോകത്തില്ലല്ലോ? പറന്ന് ഇപ്പം അറിയില്ല, മുന്നോട്ട് പോകുന്ന അനുസരിച്ചിരിക്കും. ഇതിനകത്ത് എലിമിനേഷൻ എന്നുള്ള നല്ല സുഖകരമായ പ്രോസസ് ഒക്കെ അതെ. കാരണം അവസാനം ഒരാളെ തിരഞ്ഞെടുക്കുന്ന കലാപരിപാടി ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് പെയ്തൊഴിഞ്ഞ് പോകും. പക്ഷെ പെയ്തൊഴിയുമ്പോൾ നിങ്ങൾ നന്നായിട്ടൊരു നിങ്ങളുടെ സർഗ്ഗവാസന മൊത്തം കാണിച്ചാലുണ്ടല്ലോ, നിങ്ങളെല്ലാം വലിയ വലിയ താരങ്ങളായി മാറും. ചിലപ്പം സിംഹാസനം കിട്ടുന്ന ആളായിരിക്കത്തില്ല ചിലപ്പോൾ ഏറ്റവും വലിയ സ്റ്റാർ ആവുന്നത്.
അങ്ങനെയാണല്ലോ ഓരോ റിയാലിറ്റി ഷോയുടെയും കഥ പോകുന്ന പോക്ക് അല്ലേ? അതെ അതെ. അപ്പോൾ എന്തൊക്കെയാ ഇത് ഈ നാക്കിന്റെ ശക്തി അല്ലാതെ ബാക്കിയുള്ള കലാപരിപാടി എന്തൊക്കെയാ? ഞാൻ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ. ഇതിന് ആരാ ഏറ്റവും വലിയ പ്രേക്ഷകൻ? ഹസ്ബൻഡ് തന്നെയാണോ? ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ്. പുള്ളിക്ക് വേറെ മാർഗമില്ല. ഇപ്പൊ ഹസ്ബൻഡാണ്. ഇപ്പൊ ഹസ്ബൻഡ് സഹിക്കണമല്ലോ, വേറെ ആരും കാണുന്നില്ലല്ലോ, അതിനാണ് ഇതിനായിട്ട് വന്നേക്കുന്നത്. ദുബായിൽ എവിടെ രാജി താമസിക്കുന്നത്? നമ്മൾ സെറ്റിൽ ആയിരിക്കുന്നത് അബുഷാഗര എന്ന് പറയും. അവിടെയൊക്കെ പറഞ്ഞോ ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങാൻ പോവാണെന്ന്? കൊതിയുണ്ടോ കുണ്ടിലും കുടുക്കിലും വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളറിയാവുന്ന അത് പ്രമാണിച്ച ആൾക്കാർ യാത്ര ചെയ്തോ? ഇല്ല ഇല്ല. അല്ല, ഇത് ഒരുപാട് പ്രതീക്ഷയോടെ വരുന്ന പ്രോഗ്രാമാ. അപ്പൊ ആ പ്രതീക്ഷ നിലനിർത്താൻ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും? നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പിന്നെ നമുക്കറിയാവുന്ന എല്ലാം വെച്ച് കാച്ചു. തീരുമാനിച്ചിറങ്ങിയിരിക്കുക. രാജി ജോലി ചെയ്യുന്നുണ്ടോ അവിടെ? ഞാൻ നാട്ടിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻഫോസിലായിരുന്നു 3 വർഷത്തോളം വർക്ക്. ഐ ടി ആയിരുന്നു ഇവിടെ. ഇപ്പൊ റിസൈൻ ചെയ്ത് കുഞ്ഞൊക്കെ ആയി അവിടെ സ്വസ്ഥം ഗൃഹ. അപ്പൊ അവിടെ പോയാലോ ഇനിയിപ്പോ ഐ ടിയിലേക്ക് കയറത്തില്ലേ? IT നിങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒതുങ്ങി കഴിഞ്ഞാൽ തന്നെ സങ്കല്പം ഇടിഞ്ഞു പോകും. ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് ഒരു കല്യാണത്തിന് ശേഷം കുഞ്ഞൊക്കെ ആയിട്ട് ഒരു അവസരം കിട്ടുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളൊരു വനിതകൾക്ക് ഇങ്ങനെ ഒരു അവസരം വരുന്നത്. അപ്പൊ തന്നെ നമ്മള് അല്ല, ഇതിനകത്ത് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി കല്യാണം കഴിച്ചവർ മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ഈ കല്യാണം കഴിക്കാത്ത ഒരു വഴിയിലൊക്കെ പിടിച്ചെടുത്ത് ചോദിച്ചു തുടങ്ങി ഞങ്ങളുടെ ആൾക്കാരെ. അതായത് ഫ്ലവേഴ്സിൽ ഇങ്ങനെ സംപ്രേഷണം തുടങ്ങുന്ന ഈ പരിപാടിയിൽ എന്തുകൊണ്ട് അവിവാഹിതരെ ഉൾപ്പെടുത്തുന്നില്ല? അവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനില്ലേ? അവർക്കും ബൂട്ടിക്ക് സ്വന്തമായി കാണും, അവർക്ക് എയർലൈൻസ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും അവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഇല്ല ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നവർ ചോദിക്കുന്നു. എന്തുകൊണ്ട് ഒരു അവിവാഹിതയ്ക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല? കാരണം ഇതെന്ന് പറഞ്ഞ മലയാളി വീട്ടമ്മയാണ്. ഒരു അവിവാഹിതയ്ക്ക് വീട്ടമ്മ ആയിക്കൂടെ? വീട്ടമ്മ വേണമെങ്കിൽ ഹസ്ബൻഡ് വേണോ? വീട്ടമ്മയാണെങ്കിൽ ഹസ്ബൻഡ് വേണം, കുട്ടി വേണം, നമ്മളെല്ലാം അറിയണമല്ലോ. അവരെ കെയർ ചെയ്യണം, വീട്ടിലെ ജോലികൾ ചെയ്യണം. പിന്നെ ഓഫീസിൽ പോകുന്ന വീട്ടമ്മമാരുണ്ട്. എല്ലാം ആ ഒരു ടൈം മാനേജ്മെന്റും എല്ലാവരുടെയും, പിന്നെ നമ്മുടെ ഇൻലോസും സ്വന്തം വീട്ടുകാരും എല്ലാം. സ്വന്തമായിട്ടുണ്ടോ? സ്വന്തമായി ഇപ്പൊ അവര് സ്വന്തമാണ്. എത്ര ഉണ്ടോ എല്ലാവരും കൂടെ? കൊറേ ഉണ്ട്. അതിന്റെ അറിയാവുണ്ടല്ലോ അല്ലേ? നമ്മുടെ നാട്ടില് അമ്മായിമ്മ മരുമോൾ പോരുണ്ടോ? ഉണ്ടാവുന്ന വീടുകളുണ്ട്. ഈ മത്സരം അങ്ങോട്ട് പോകുമ്പം, മത്സരത്തിന് കടുപ്പം കൂടിക്കൊണ്ടേയിരിക്കുമ്പം ഈ കരുത്ത് പകരാൻ വേണ്ടി ചില വിചാരണകളുണ്ടാവും, ചില പരീക്ഷണങ്ങൾ. ആ ഒരു പരീക്ഷണത്തിൽ ഒരു സംഭവമാണ് ക്ഷിപ്രകോപിയായി വീട്ടിലേക്ക് വന്ന് കയറുന്ന ഭർത്താവിനെ എങ്ങനെ ഡീൽ ചെയ്യും? അത് ഒരുപാട് പ്രാവശ്യം ഡീൽ ചെയ്തിട്ടുണ്ട്. അല്ല, അതിൽ ഒരു സംഭവം പറയൂ. സ്വന്തം ഈ ചില സാംബശിവന്റെ കഥാപ്രസംഗത്തിൽ വേരോടെ ചീത്തിപ്പറിച്ചതാണ് ഈ കഥ എന്ന് പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് പറയും. ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ടെസ്റ്റൊക്കെ ഇതിൽ വരാം. അതായത് പെട്ടെന്ന് കോപം വരുന്ന മുൻകോപിയായ ഒരു ഭർത്താവിനെ ഡീൽ ചെയ്യാൻ. മുൻകോപിയല്ല, ഓഫീസിലെ മുൻകോപിയാണോ? അല്ല, മുൻകോപി സാധാരണ കോപിയാണോ? കോപമുണ്ട്, നല്ല കോപമുള്ള ആളാണ്. കല്യാണം ആയപ്പോഴേ പുള്ളി കോപിയായി അല്ലേ? ഓക്കെ. ഇല്ല, ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കുക എന്നുള്ളതായിരിക്കും. മൗനമാണോ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി? പുള്ളി സംസാരിക്കുമ്പോൾ നമ്മൾ മൗനത്തിൽ ഇരിക്കുക. ദേഷ്യമൊക്കെ ഒന്ന് തണുത്തിട്ട് പിന്നെ പുള്ളി മൗനത്തിൽ എപ്പോഴാണ് ഇരിക്കുന്നത്? നമ്മൾ അങ്ങോട്ട് പറയുമ്പോഴാണ് അല്ലേ രാജി? അപ്പോൾ രാജിക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം ഞാനിപ്പോൾ ചോദിക്കുന്നില്ല, പ്രോഗ്രാം കഴിഞ്ഞ് ചോദിക്കാം. ഇതല്ല, ഈ മറ്റേ മലയാളി വീട്ടമ്മ. ഓക്കെ, രാജി സന്തുഷ്ടയാണല്ലോ ജീവിതത്തിൽ? ഹാപ്പിയാണ് അല്ലേ? അൺഹാപ്പി ആയിട്ടുള്ള നിമിഷങ്ങളേ ഇല്ല ജീവിതത്തിൽ. അതും കുറച്ച് വേണം, അതും അനുഭവിക്കണം. എന്നാലല്ലേ നമുക്ക് ഈ വീട്ടമ്മയിലെ കാര്യങ്ങൾ അനുഭവത്തിൽ പറയാൻ പറ്റൂ. വേറെ ആരുടെയൊക്കെ കാര്യം അറിയാം. എങ്കിൽ ഒരു കാര്യം ചെയ്യും. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 5-6 ദിവസങ്ങൾക്കുള്ളിൽ മനസ്സിൽ ഏറ്റവും വേദനിപ്പിച്ച് ഇപ്പോൾ ഒരു വിങ്ങലായിട്ട് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബുദ്ധിമുട്ട് പോലെ പൊങ്ങി വരുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടോ? വിങ്ങലായിട്ടോ? ചിലപ്പോൾ നമ്മളെ ആകർഷിച്ച ചില സംഭവങ്ങൾ കാണുമല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഈ വാട്സാപ്പ് വഴിയൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ പ്രചരിക്കുന്നത്, അതിനകത്ത് ചില ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈയിടയ്ക്ക് കുട്ടികളെ കൊല്ലുന്ന ഒരു സംഭവം വാട്സാപ്പിൽ പ്രചരിച്ചു. അതുപോലെ ചില ദൃശ്യങ്ങളൊക്കെ വന്നാൽ നമ്മളെ സ്വാധീനിച്ചെന്ന് വരും. ഈ 5 ദിവസങ്ങൾക്കുള്ളിൽ സ്വപ്നമായിട്ടോ ദുസ്വപ്നമായിട്ടോ വന്നത്? ഇല്ല, ഈ 5 ദിവസം സത്യം പറഞ്ഞാൽ ഇപ്പം സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഇവരുടെ കൂടെ ഒക്കെ ഇങ്ങനെ അപ്പോൾ ഒരു കാര്യം ഹാപ്പി ആയിട്ടിരിക്കും. കാരണം സന്തോഷം ഞാൻ കളഞ്ഞു കുളിക്കുന്നില്ല. എനിക്കും അങ്ങനെ സന്തോഷമായിട്ടൊക്കെ ആൾക്കാർ നടക്കണം എന്നുള്ള ആഗ്രഹമാണ്. പിന്നെ നമ്മൾ ഈ പക്ഷേ ക്യാമറയിലൊക്കെ ഈ മുഖം നല്ല വിവരണമായിട്ടിരിക്കുമ്പോഴായിരിക്കും ഈ ക്യാമറമാൻ അദ്ദേഹത്തിൻ്റെ ഫുൾ സാധ്യത കാണിക്കാൻ പറ്റുക. മനസ്സിലായില്ലേ? നമ്മുടെ മധുസാറൊക്കെ അകലേക്ക് നോക്കിയിരിക്കുന്നതിൽ ഇരുന്ന് കഴിഞ്ഞുള്ള അവസ്ഥ ചോക്ക് വിഷണനായിട്ട്. അപ്പോൾ അതുപോലെ ഇരിക്കാൻ പറ്റും. അത് ട്രൈ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്കളുടെ പേര് പറഞ്ഞില്ല? നിമിഷ സണ്ണി. എവിടെയായിട്ടും? ഇപ്പോൾ സെറ്റിൽഡ് ബാംഗ്ലൂരാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. ഹസ്ബൻഡ് ഇൻഫോസിസ് വർക്ക് ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരും ഇൻഫോസിലാണോ? അല്ലല്ല, ഞാൻ വേറെ കമ്പനിയിലാണ്, യത്തി എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. ബാംഗ്ലൂർ സെറ്റിൽഡ്. നാട്ടില് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ കൊല്ലം കുണ്ടറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വണ്ടർഫുൾ കൺട്രി ആണല്ലോ. വണ്ടർഫുൾ കൺട്രി.
പിന്നെ ഹസ്ബൻഡിന്റെ വീട് ഹരിപ്പാട് കാർത്തികപ്പള്ളി. കാർത്തികപ്പള്ളി താലൂക്കിൽ കാർത്തികപ്പള്ളി പ്രോപ്പർ കാർത്തികപ്പള്ളി. പണ്ടൊരു വക്കീലിനെ വരട്ടാൻ വേണ്ടി കോടതിയിൽ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, കാർത്തികപ്പള്ളി താലൂക്കിൽ എത്ര കാക്കയുണ്ടെന്ന് അറിയാമോ എന്ന്. അപ്പോൾ അങ്ങേര് പറഞ്ഞു 380 ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ സെൻസിൽ 380 ഉണ്ട്, അടുത്ത താലൂക്ക് 2 കാക്ക ഇങ്ങോട്ട് പറഞ്ഞു വന്നെന്ന് പറഞ്ഞു. പറഞ്ഞു അത്ര ബുദ്ധിയുള്ള വക്കീൽ കാർത്തികപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. അതിന്റെ പരമ്പരയാണോ താങ്കൾ? നിമിഷം എന്നുള്ള ഈ പേരിട്ടതാരാ? അപ്പനായിരിക്കും. ഒരു നിമിഷം കൊണ്ട് തോന്നിയായിരിക്കും, പെട്ടെന്ന് തോന്നിയിട്ടതായിരിക്കും. ഓക്കെ, നല്ല പേരാ നിമിഷ. ഇങ്ങനെയുള്ള പേരുള്ള കുറേ ആൾക്കാർ നമുക്ക് ബന്ധുക്കളായിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തും. അപ്പോൾ നിമിഷയോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിമിഷയ്ക്ക് ഇതിൻ്റെ 1ാം സമ്മാനം അടിച്ചു എന്നിരിക്കട്ടെ, ഒരു ലോട്ടറി. ചുമ്മാ നമ്മൾ സ്വപ്നം കാണുക, ചുമ്മാ നമുക്ക് അത് കാണാമല്ലോ. എന്തായിരിക്കും ഈ ഫ്ലാറ്റ് കൊണ്ട് ചെയ്യാൻ പോകുന്നത്? 1 കോടിയാണ്, 1 crore വിത്ത് ഇന്നോവ കാർ ആൻഡ് ഡ്രൈവറുടെ സീറ്റും. ഫ്ലാറ്റ് താമസിക്കാൻ തന്നെ. അപ്പൊ ബാംഗ്ലൂർ താമസിക്കുന്ന ആൾ എറണാകുളത്ത് കൊച്ചിയിലല്ലേ ഫ്ലാറ്റ്? കൊച്ചിയിലെ ഫ്ലാറ്റ് അവിടെ നമ്മൾ ബാംഗ്ലൂർ സെറ്റിൽ ആവാനായിട്ടൊന്നും വിചാരിച്ചിട്ടില്ല. നമുക്ക് IT ഫീൽഡ് ആണല്ലോ ഞങ്ങൾ രണ്ടുപേരും. കൊച്ചിയും ഇതിന് കേന്ദ്രം തന്നെയാണല്ലോ. ഈ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തലവെക്കാൻ ഒരു സാധനം കൂടെ തരുന്നുണ്ടല്ലോ അല്ലേ? ഒരു ക്രൗൺ തരുന്നുണ്ടല്ലോ. എന്റെ വക ഒരു സമ്മാനമുണ്ട്, ആ ക്രൗൺ പൊതിയാനുള്ളൊരു കവർ കൊണ്ടുപോകാൻ വേണ്ടി 2 ലോക്കറി വെച്ച്. അതെ, അതും നല്ലൊരു വില കൂടിയ സാധനമായിരിക്കും. വില എപ്പോഴും റിലേറ്റീവ് അറിയാമല്ലോ. 1 രൂപ മുടക്കി ഒരാൾ വാങ്ങിച്ചാൽ 2 രൂപക്കാരനാണ് വില കൂടുതൽ, അടുത്ത ആള് തരുന്ന ആളുടെ വിലയുണ്ട്, അനുസരിച്ചിരിക്കും. അപ്പൊ ഏത് രംഗത്താണ് താങ്കളുടെ IT യുടെ സ്പെഷ്യലൈസേഷൻ? ഞാൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. അപ്പൊ ഇപ്പൊ പണിക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റുമോ? അത് വളരെ സംശയമാണ് ഇപ്പൊ. നിമിഷയുടെ അഭിപ്രായത്തിൽ ഈ നോട്ട് പിൻവലിച്ചതിനെ കുറിച്ച് എന്താ അഭിപ്രായം? 2 വശങ്ങളും ഉണ്ട് അതിന്. കുറെ നല്ല വശങ്ങളും ഉണ്ട്, അല്ല നോട്ടിനും ഉണ്ട്. അത് ചെയ്ത ആ ഒരു ഇതില് 2 വശങ്ങളുണ്ട്, കുറെ നല്ല വശങ്ങളുണ്ട്. സാധാരണ ആൾക്കാർ ഒരു വശമേ പറയാൻ നോക്ക്, 2 വശം. കാരണം അതിനൊരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇപ്പോ പോസിറ്റീവ് കുറെ കാര്യങ്ങളുണ്ട്, നെഗറ്റീവ്. പോസിറ്റീവ് എന്താന്ന് പറയൂ? പോസിറ്റീവ് കള്ളപ്പണത്തിന് നമ്മൾക്ക് കുറെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അങ്ങനെ കുറെ പേരെ അത് എഫക്ട് ചെയ്യും. നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്ലാനിങ് ശരിയായില്ല, അത് കുറെ എഫക്ട് ആയത് പാവപ്പെട്ടവരെയാണ്. കള്ളപ്പണം ഇല്ലാത്തവരെക്കാണ് കുറെ ബുദ്ധിമുട്ട്. കയ്യിലൊന്നും ഇല്ലായിരുന്നു, 5 പൈസ ഇല്ലായിരുന്നു. വലിയ പ്രസിദ്ധിയാകാനുള്ള സാധ്യതയായിരുന്നു. 500 രൂപയായിട്ട് പിടിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ. വിഷമമില്ലായിരുന്നു, പക്ഷെ കാശ് കിട്ടാതായപ്പോഴുള്ള വിഷമേ ഉള്ളൂ. നിമിഷയുടെ എങ്ങനെയായിരിക്കും ദൈനംദിനം ബാംഗ്ലൂർ ടു കൊച്ചിൻ, കൊച്ചിൻ ടു ബാംഗ്ലൂർ എയർലൈൻസ്? ഇല്ല, അത് ട്രെയിനാണ് കൂടുതലും. എന്താ പ്രതീക്ഷ ഇതിനകത്ത് ഈ പ്രോഗ്രാമിൽ നിന്ന്? പ്രോഗ്രാമിന് ഫ്ലാറ്റും കാറും കിട്ടുന്നത് ഒരു ബോണസ് പോയിന്റ് ആണ്. മെയിൻ പ്രതീക്ഷ എന്ന് വെച്ചാൽ വരിക, കുറെ പേരായിട്ട് കാണുക, നമുക്ക് ഈ മിങ്കിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന കുറെ അറിവുകളുണ്ടല്ലോ, അത് നമുക്ക് വേറെ ഇതില്ല. പിന്നെ ഇതിന്റെ ഗ്രൂമിങ്, അത് ഫ്ലവേഴ്സിനോട് ഒത്തിരി താങ്ക്സ് പറയണം. നല്ല ഗ്രൂമിങ് ആണ് ഞങ്ങൾക്ക്. ഞാൻ അറിഞ്ഞു അത്. നിങ്ങളൊക്കെ ആദ്യം ഇങ്ങനെ പേടിച്ചരണ്ട് ഇങ്ങനെ വന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഗുരുവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങള് കുറെ എല്ലാവരിലും കുറെ പോസിറ്റീവ് ചേഞ്ചസ്, അങ്ങനെ പറഞ്ഞത്. എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് ഗ്രൂമിങ്. അതാണ് ഞങ്ങൾക്ക് നമ്മൾ എന്ത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു വന്നത്. ഞാൻ ഇപ്പൊ സ്വയം നല്ലൊരു വീട്ടമ്മയാണ്, അതുകൊണ്ട് വരുന്നു എന്ന് വിചാരിച്ചാ വന്നത്. പക്ഷെ ഇവിടെ വന്ന് ബാക്കിയുള്ളവരെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി നമ്മൾ അത്ര വലിയ വീട്ടമ്മയല്ല, എല്ലാവരും കുറേ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഗ്രൂമിങ്ങും ഈ ബാക്കിയുള്ളവരിൽ നിന്നെല്ലാം പഠിച്ച് നമ്മൾ നല്ല വീട്ടമ്മയായിട്ട് സമ്മാനമായിട്ട് പോകാനാണ് സാധ്യത. നിമിഷം അങ്ങ് പ്രശസ്തയായെന്ന് വെച്ചു, ഒരു ദിവസം നമുക്ക് ഇരിക്കാൻ വയ്യാത്ത പോലെ അങ്ങ് പ്രശസ്തയായി. എന്ത് ചെയ്യും? അതിപ്പോ എങ്ങനെയാ അത് മാനേജ് ചെയ്യണം? നമ്മൾ എങ്ങോട്ട് ഇറങ്ങിയാലും ആൾക്കാർ ആരിത് എന്ന് പറഞ്ഞിട്ട് ആളിൽ നിൽക്കുക. എന്ത് ചെയ്യും അത്? എല്ലാരും നമ്മള് ചിരിച്ചുകൊണ്ട് തന്നെ. മാത്രമല്ല പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ നമുക്കുള്ള ഒരു പ്രശ്നം വെച്ചാൽ കോസ്റ്റ്യൂം ശ്രദ്ധിക്കണം, മുടി ശ്രദ്ധിക്കണം, കുന്തളക്കെട്ട് എങ്ങനെ നടക്കുന്നു നോക്കണം, എല്ലാം നോക്കണം നമ്മൾ. കാരണം എല്ലാവരും പ്രശസ്ത എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ നമ്മൾ ചുണ്ടെഴുതിയോ എന്നൊക്കെ നോക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഇതിൽ തന്നെ ഒത്തിരി അങ്ങ് ഒരുങ്ങാതിരുന്ന നമ്മുടെ യഥാർത്ഥ രൂപം കുറച്ച് കാണിച്ചാൽ അവര് അത്രയല്ലേ പ്രതീക്ഷിക്കത്തുള്ളൂ. യഥാർത്ഥ രൂപം ഉദ്ദേശിച്ച ഈ രൂപമാണ്. മുഖം അല്ല, ഇത് അത്ര യഥാർത്ഥമല്ല. അല്ലേ, ഇത് കുറച്ച് പെയിന്റ് ഉണ്ട് അല്ലേ? പക്ഷെ എനിക്കൊന്ന് മേക്കപ്പ് മാൻ വിശാല മനസ്സിലായിരുന്നു, അത്ര കൂടുതൽ പെയിന്റ് ചെയ്തിട്ടില്ല. ആ തനിമ ആൾക്കാരിൽ എത്തിക്കൊണ്ടെന്ന് അല്ലേ? അപ്പോൾ ഓക്കെ, വളരെ സന്തോഷം. താങ്കൾക്ക് ഒരു നല്ല ദിവസങ്ങൾ ഉണ്ടാകട്ടെ. ശനി ഞായറും എന്ന് പറയുന്ന ഈ 2 ദിവസങ്ങൾ നിങ്ങൾ മലയാളികളുടെ സ്വീകരണ മുറികളിലെ തകർത്തോട്ട് തീരുമാനിച്ചിട്ടുണ്ടല്ലോ അത് അല്ലേ? ഓക്കെ, അപ്പോൾ താങ്കളുടെ പേര് പറയൂ. എന്റെ തലയിലെടുത്തൊന്നും വിചാരിച്ചിരിക്കല്ല. ശ്രുതി എന്നാണ് പേര്. ശ്രുതി, ഗുരുവായൂർ. എങ്ങനെ ശ്രുതി എങ്ങനെ? കുറച്ചൊക്കെ ഇപ്പൊ പക്ഷെ ഇല്ല കേട്ടോ. ശബ്ദം എങ്ങനെ പോയി? മഞ്ഞൊക്കെ കൊണ്ടൊക്കെ പോയി. ആണോ? അയ്യോ, കഷ്ടമായി പോലെ. ശ്രുതി എവിടെ? ശ്രുതിയുടെ വീട് ഗുരുവായൂരാണ്, ഹസ്ബൻഡിന്റെ വീട്.
വീട്ടില് അച്ഛൻ താങ്കൾ അങ്ങോട്ട് പോയതാണോ ഗുരുവായൂരിലേക്ക്? ആ എന്റെ വീട് മണ്ണുത്തിയാ. മണ്ണുത്തിയാണ്. ആ വീട്ടിൽ അച്ഛൻ പുള്ളി ഗൾഫിലാണോ? അല്ല, എന്റെ ഹസ്ബൻഡ് ബാങ്കിലാണ്. ബാങ്കിലാണ്. തൃശ്ശൂർ. ഓക്കെ, തൃശ്ശൂരിൽ. ഏത് ബാങ്കിലാണ് അദ്ദേഹം? HDFC-ല്. HDFC. ഇപ്പൊ ബാങ്കുകാരെന്ന് പറഞ്ഞാൽ പുറത്ത് പറയാൻ പറ്റത്തില്ല, ആൾക്കാർക്കൊക്കെ ദേഷ്യ ബാങ്കുകാരോട്. 24,000 അല്ലേ ഉള്ളൂ. അച്ഛനമ്മ ഹസ്ബൻഡ് ഒരു മോളുണ്ട് വീട്ടില്. ശ്രുതി ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ തൃശ്ശൂരാണ് പഠിച്ചിരുന്നത്. ഏത് കോളേജ്? ഞാൻ ചാലക്കുടി നിർമ്മല കോളേജിലാണ് പഠിച്ചത് അല്ലേ? ശ്രുതി ഏത് കോഴ്സാണ് കഴിഞ്ഞത്? ഞാൻ BCom ആയിരുന്നു. BCom. അപ്പോൾ ശ്രുതിയുടെ ഈ വീട്ടമ്മയിലുള്ള ഒരു ആകർഷണ കാരണം എന്താണ്? സ്റ്റേജ് തന്നെ. നമുക്ക് ഒരുപാട് കഴിവുകളൊന്ന് കാണിക്കാൻ ഒരു സ്ഥലം വേണ്ട. ആണോ? ഇപ്പൊ ഇവിടെ ഒരു കഴിവ് കാണിക്കാൻ പറഞ്ഞ എന്തോ കഴിവ് കാണിക്കും? തൊണ്ടയോ പോയി? മെയിൻ പാട്ടാണ് കേട്ടോ, അത് പോയി. ആണോ? ശ്രുതിയുടെ ശബ്ദം ഉടനെ തിരിച്ചു വരും. ഇതിപ്പോ 2-3 ദിവസം പ്രൊഫൈൽ ഷൂട്ട് അത് ഇതൊക്കെ. നാട്ടുകാർ അത്രയും ഭാഗ്യം ചെയ്തവരല്ല, അതുകൊണ്ട് ഈ ശബ്ദം തിരിച്ചു വരും. ശബ്ദം വരണ്ടേ? ഓ പിന്നെ വേണം. പേടിക്കണ്ട, എൻ്റെ ശബ്ദവും ഒരിക്കൽ കുറച്ചു കാലം പോയതാ. പക്ഷേ ഈ ശബ്ദം കുറച്ചു കാലം പോയപ്പോഴാണ് ശബ്ദത്തിന്റെ വില എന്തോന്ന് മനസ്സിലായത് ജീവിതത്തിൽ. നമ്മളിങ്ങനെ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, കുറേ കാലമായിട്ട് ഇങ്ങനെ 10-25 കൊല്ലം നാട്ടുകാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസത്തിൽ കർത്താവ് പറഞ്ഞതിൻ്റെ ശബ്ദം പോകട്ടെ എന്ന് പറഞ്ഞു, ശബ്ദം അങ്ങ് പോയി. 10-15 ദിവസം 100% ശബ്ദം ഇല്ലായിരുന്നു. എന്തൊരു സുഖമായിരുന്നറിയോ, ഒന്നും സംസാരിക്കണ്ടല്ലോ. ശ്രുതി അങ്ങനെയൊന്നും പറയുന്നത്, ശ്രുതിയുടെ ഇത് ഒച്ച അടച്ചതാ, മറ്റേത് അങ്ങനെ ലോക്കൽ കൂടെ ഇടപാട് കയറുന്നതാ. ഓക്കെ, പറയൂ ശ്രുതി, അപ്പോൾ എന്തായിരിക്കും ഒരു പ്രതീക്ഷ ഈ പ്രോഗ്രാമിൽ? അതെ, എന്റെ മെയിൻ ആഗ്രഹം എനിക്കൊരു സ്റ്റേജ് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ശ്രുതി പാട്ടെന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ അതോ ഈ പ്രോഗ്രാമിൽ? ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ പഠിച്ചു. ഞാനിപ്പോ ചെമ്പൈയിലൊക്കെ ഒരു കച്ചേരിയൊക്കെ ഉണ്ടായിരുന്നു. ചെമ്പൈ സംഗീതോത്സവത്തിലോ? ഓക്കെ. ആരെങ്കിലും പഠിക്കുന്നത്? ഇപ്പൊ പഠിക്കുന്നില്ല, ഞാന് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഭർത്താവിൽ നിന്ന് പഠിച്ചത് എന്തുവാ? സംഗീതമാണോ സാഹിത്യമാണോ? രണ്ടുമില്ല. ബാങ്കിലാ അല്ലേ? അക്കൗണ്ടൻസി ആണോ? ഒരു അക്കൗണ്ടന്റിനോട് ഞാൻ അതെ അക്കൗണ്ടന്റ് ആണല്ലോ എന്ന് പറഞ്ഞു. താങ്കളും അക്കൗണ്ടന്റ്. 2 അക്കൗണ്ടന്റന്മാരെ ഒരു വീട്ടിനുള്ളിൽ കഴിഞ്ഞാൽ എന്തായിരിക്കും പുറത്തു വരിക? ഒന്നുമില്ലല്ലേ? സംഭവം ഒരു കാര്യമില്ലല്ലേ അതിനകത്ത്? ഒരു കാര്യമില്ല. അപ്പോൾ ഈ ചിലപ്പോൾ എന്ന് വെച്ചാൽ ഈ ആളുകൾ പറയുന്നത് വെച്ചാൽ ഒരേ ടേസ്റ്റുള്ള ആൾക്കാരെ ഒന്നിച്ച് താമസിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും ലൈഫ് എന്നാണ് പറയുന്നത്. ഇവർ സംസാരിക്കുന്ന എപ്പോഴും നമ്മൾ ഈ ചില ആൾക്കാർ ഒന്നിച്ച് ഭാര്യയും ഭർത്താവ് ഓഫീസിൽ ജോലി ചെയ്തിട്ട് വീട്ടിൽ പോകില്ലേ, വീട്ടിൽ ചെന്നാലും അവർ ഇതൊക്കെ തന്നെ പറയുന്നത് ഓഫീസിലെ കാര്യങ്ങളൊക്കെ. ഇതങ്ങനെയൊന്നുമില്ല, ഒഫീഷ്യൽ കാര്യങ്ങൾ പരമാവധി വീട്ടിൽ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഓഫീസ് കാര്യം ഇവിടെ പറയാൻ പാടില്ല? ഇല്ല, ഓഫീസ് ഒന്നുമില്ല. പുള്ളി എങ്ങനെ ആളൊരു സഹൃദയനാണോ അതോ വിധേയനാണോ? സഹൃദയനാണ് ആൾ. കൂടുതലും ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെടുന്ന ആളാ. മിക്ക ടൈം കൂട്ടുകാരുടെ കൂടെയാണ്. താങ്കളുടെ കൂടെ അല്ല? എന്റെ കൂടെ രാത്രി മാത്രമേ ഉള്ളൂ. അത് പുള്ളിക്ക് കുറച്ച് വിവരം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഓക്കെ, ഹായ്. ഹായ്. ഹായ്, മിനി ജയരാജ്. മിനി ഫ്രം ബാംഗ്ലൂരാണ്, നാട്ടിൽ കോഴിക്കോട്. ജയരാജ് എവിടെയായിരിക്കും? അപ്പയാണ്. ഹസ്ബൻഡിന്റെ പേര്? ഫെമിർ ഷാ. നിങ്ങൾ രണ്ടുപേരും എന്ത് ജോലി ചെയ്യുന്നു? ഞങ്ങൾ രണ്ടുപേരും IT ഫീൽഡിലാണ്. ഞാൻ ഒരു ഡിഫൻസ് ഫേമിൽ IT എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. ഹസ്ബൻഡ് ഒരു IT ഫേം റൺ ചെയ്യുന്നു, ഡയറക്ടർ. കേരളത്തിൽ എവിടെയാ മിനിയുടെ വീട്? കോഴിക്കോട് അല്ലെ? കോഴിക്കോട്ടുകാരിയാണ് അല്ലെ? കോഴിക്കോട്ട് എവിടെ? യൂണിവേഴ്സിറ്റിക്ക് അടുത്തായിട്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത്. അല്ല, സ്ഥലം പറഞ്ഞോളൂ. അവിടെ ഇരുന്ന് കേൾക്കുന്നവർക്ക് ഒരു ആവേശം വരട്ടെ. നമ്മുടെ നാട്ടുകാരിയാണല്ലോ, തകർത്തല്ലോ എന്ന് വിചാരിക്കും. കോഹിനൂർ അല്ലെ? അതുകൊണ്ടാണ് ആ സ്ഥലപ്പേര് പറയണ്ടത്? അങ്ങനെയൊന്നുമില്ല. ഓക്കെ. അതൊക്കെ വലിയ രാജവംശത്തിന്റെ പേരല്ലേ? ഇതൊക്കെ പിൽക്കാലത്ത് വേറെ കേസിന്റെ പേരായി പോയെന്നല്ലേ ഉള്ളൂ. മിനിയുടെ ജീവിതം എങ്ങനെ സന്തോഷഭരിതമായിട്ട് മുന്നോട്ട് പോകുന്നു? ഒരു മോളുണ്ട് ബാംഗ്ലൂർ. മോൾക്ക് എത്ര വയസ്സായി? 8 വയസ്സായി. മലയാളം നന്നായിട്ട് അറിയാമോ മിനിക്ക്? എനിക്ക് നന്നായിട്ട് അറിയാം. ഈ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളിപ്പോ എല്ലാരെയും പരിചയപ്പെട്ടല്ലോ, ഒരു ഇതുള്ളവർക്കെല്ലാം മലയാളം അറിയാമോ? എല്ലാവർക്കും നന്നായി അറിയാം അല്ലേ? മലയാളികൾ തന്നെയാണ് അല്ലേ? എല്ലാവരും മലയാളി മീൻസ് നല്ല മലയാളം അറിയാവുന്നവർ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ? മിനിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ജീവിതത്തിൽ? ഈ പ്രോഗ്രാമിൽ വന്നപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കൊരു വലിയൊരു ആഡ് ചെയ്യണം. കാലിക്കറ്റ് തൃശ്ശൂർ ഹൈവേയില് ഒരു വലിയൊരു കട്ടൗട്ട് ജയലക്ഷ്മി. മലയാളി വീട്ടമ്മയിൽ പങ്കെടുക്കുന്നു മിനി ജയരാജ്. ഒരു സാരിയുടെ ആഡ് പോലെ വലിയൊരു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിത സാഫല്യമായോ? അതൊരു വലിയ ഡ്രീമാണ്. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പൊ മിനിയുടെ ഏറ്റവും വലിയ മിനി ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ ഒന്ന് കാണണം, അത്രയല്ലേ മിനിക്ക് ആഗ്രഹമുള്ളൂ. അത് നമുക്ക് ചെയ്യാം. ഓക്കെ, പേര് പറയൂ. എന്റെ പേര് ലീന ബാബു, പാലക്കാട്ടിൽ നിന്ന് വരും. ശബ്ദം അടച്ചോ? ഇല്ലല്ല. കിടന്ന് ബഹളം ഉണ്ടാക്കിയോ? ഇല്ലല്ല, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പാലക്കാട്ട് എവിടെയാ?
പാലക്കാട് കരിപ്പോട് എന്ന് പറഞ്ഞ സ്ഥലം. കരിപ്പൂർ അല്ലേ? കരിപ്പോട് അത് എവിടെയായിട്ട് വരും? ചിതലിമലയ്ക്ക് അടുത്ത് വല്ലതാണോ? അല്ല, കൊല്ലംകോട്ടിന്റെ ആ സൈഡായിട്ട് വരും. ഓക്കെ. എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ? ഞാൻ വീട്ടമ്മയാണ്. വീട്ടമ്മ അല്ലാതെ എന്ത് ഇല്ല, ചെയ്തോണ്ടിരിക്കുന്നത്? വേറെ ഒന്നുമില്ല. PSC ക്ലാസ്സിന് പോകുന്നുണ്ട്. ഹസ്ബൻഡ് ബാബു ഡ്രൈവറാണ്. 2 മക്കളുണ്ട്. മൂത്തയാൾക്ക് 10 വയസ്സ് കഴിഞ്ഞു, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആള് 7 വയസ്സ് കഴിഞ്ഞു, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കരാട്ടെ, ജൂഡോ ഒന്നുമില്ല. ഡാൻസ്? ഇപ്പൊ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവര് ഡാൻസ് പഠിപ്പിക്കുമോ മിക്കവാറും? അതിനുള്ളൊരു സാധ്യതയുണ്ട്. ഇവരെയൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ? എല്ലാവരും ഇഷ്ടപ്പെട്ടു. എല്ലാം സൂപ്പർ കേസുകളാണോ? ഹേമമാലിയാരും എല്ലാം ഉണ്ടോ അതിനകത്ത്? ഇല്ല, എല്ലാവരും നല്ല. ഇപ്പം ഇതില് ഒരു അപകടകരമായിട്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്തൊരു ഹിന്ദി സിനിമയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹീറോയിൻ ആരാ? അയ്യോ, അങ്ങനെ പറഞ്ഞാല് ബുദ്ധിമുട്ടാ. താങ്കളെന്തോ പ്രൊഡ്യൂസറാന്നു? അല്ല. താങ്കളെന്തിനാ ബുദ്ധിമുട്ടുന്നത്? മറ്റൊന്റെ ഇടപാട് തീർത്താ പോരെ? അതതിനേക്കാള്. അപ്പോൾ ഇതിൽ ഈ പ്രോഗ്രാമിൽ ഒരുപാട് ടെസ്റ്റുകൾ വരാൻ പോകുന്നുണ്ട്. അതായത് നിങ്ങളെ ചിലപ്പോൾ സൈക്കോളജിക്കലി പരിശോധിക്കും, നിങ്ങൾ കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യുന്നു പരിശോധിക്കും, നിങ്ങൾ അയൽവാസികളിലുള്ള പെരുമാറ്റം എങ്ങനെ പരിശോധിക്കും, നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ആൾക്കാർ വരും, ചിലപ്പോൾ ഹിഡൻ ക്യാമറ വെച്ച് നിങ്ങളെ ഷൂട്ട് ചെയ്യും, നിങ്ങളറിയത്തില്ല. നിങ്ങൾ പോകുന്നതിൻ്റെ പുറകെ ചിലപ്പോൾ ക്യാമറമാൻ സംഭവമൊക്കെ ഒളിച്ചു വെച്ച് ബട്ടണെല്ലാം കുത്തി ക്യാമറയൊക്കെ കാണും. അപ്പോൾ ക്യാമറമാനെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ബട്ടണെല്ലാം നോക്കിക്കോണം കേട്ടോ, ചിലപ്പം അറിയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒറിജിനാലിറ്റി നാട്ടുകാർ കാണാൻ പോവാം. നിങ്ങൾ എങ്ങനെയാണ് ആസച്ച് എങ്ങനെയാണ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും പഠിപ്പിക്കാൻ പോകുന്ന മലയാളികളെ? മലയാളികൾ അങ്ങനെ പഠിപ്പിക്കില്ല. എന്താണ് മലയാളി വീട്ടമ്മ എന്ന് കാണിച്ചു കൊടുക്കുക. ഇപ്പൊ ഇവരെല്ലാരും പറഞ്ഞ പോലെ തന്നെ അടുക്കളയിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന ഒരു വീട്ടമ്മയല്ല, അതല്ല മലയാളി വീട്ടമ്മ എന്ന് പറയുന്നത്. ഇതുപോലെ വീട്ടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ എന്ത് കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒരു ഇക്വാലിറ്റി സ്റ്റാറ്റസ് എങ്ങനെയാണ് അവിടെ വീട്ടിലെങ്ങനെയാ? ഭർത്താവാണോ ഭാര്യയാണോ ശക്തൻ? അങ്ങനെയൊന്നുമില്ല. അല്ല, അവിടെ ഒരു പവർ ആർക്കാ കൊടുത്തിരിക്കുന്നത്? ഭർത്താവിന് തന്നെ. പവറോ മാൾട്ട് ആരാ? ഭർത്താവിന് തന്നെയാണ്. വിക്രോ മാൾട്ടോ? അങ്ങനൊന്നുമല്ല. പക്ഷെ ഞങ്ങൾ ഒരിക്കൽ നമുക്ക് ഭർത്താവിനെ അടിച്ച് തറയിടണോ? അയ്യോ, ഒരിക്കലും. ഒരു ദിവസം തോന്നി ജീവിതത്തിൽ. ഇപ്പൊ എനിക്കൊരു ദിവസം വലിയൊരു ഗുരുവായൂരിൽ വെച്ച് വലിയൊരു ആനയെ കണ്ടപ്പോൾ അടിച്ചിടണമെന്ന് തോന്നി. അങ്ങനെ നമുക്ക് ചിലപ്പം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചിന്ത ഉണ്ടാവത്തില്ലേ? അങ്ങനെ തോന്നി എന്ന് വരട്ടെ. അങ്ങനെ തോന്നിയാൽ എന്ത് സംഭവിക്കും? ജയിലാവൂ? ചെയ്യില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ജയിലാവൂ എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ വളരെ ഉത്തമയായ കുടുംബിനിയാണല്ലോ. ചില ആൾക്കാർ പറയുന്നത് ഭാര്യയ്ക്ക് ജോലി വേണം, ഭർത്താവിനും ജോലി വേണം, എന്നാലേ ഭാര്യയ്ക്ക് ഒരു സെക്യൂരിറ്റി ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാവും എന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടോ? അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെ പഠിപ്പിക്കാനും വളർത്താനും കുറച്ച് ചിലവുള്ളത് കൊണ്ടായിരിക്കാം ഭാര്യയും കൂടെ ജോലിക്ക്. അപ്പൊ എനിക്കും പോകണം എന്ന് ആഗ്രഹമുണ്ട്, അദ്ദേഹത്തിന് അയക്കാനും ആഗ്രഹമുണ്ട്. പക്ഷെ കുട്ടികള് വീട്ടിൽ, ഞങ്ങൾ ഭാര്യയും ഭർത്താവും, ഞങ്ങൾ 4 പേരാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിൽ ആരുമില്ല. ഭാര്യ ജോലിക്ക് വിടാനുള്ള വിശാല മനസ്സുള്ള ആളാണല്ലോ. ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കണം. ശരി, ഞാൻ വരാം. താങ്കൾ എന്തോ പുള്ളിയുടെ കാര്യമൊക്കെ ഇട്ടിരിക്കുന്നത്? കോൺസെൻട്രേഷൻ എടുക്കുമായിരുന്നു അല്ലേ? പഠിപ്പിച്ചോ? ഗ്രൂം ചെയ്ത ആൾ പഠിപ്പിച്ചോ? തീർച്ചയായിട്ടും. കോൺസെൻട്രേഷൻ എങ്ങനെയാണ് നോക്കേണ്ടത്? ആ ക്യാമ്പിൽ പെടണമല്ലേ കോൺസെൻട്രേഷൻ ക്യാമ്പ്? അതിലൊന്ന് പെടണം. ഒരു 3-4 ദിവസത്തെ ആ ഗ്രൂമിങ്ങിന് സാർ വന്നു കഴിയുമ്പോൾ സാറിന് ഞാൻ ദൂരെ നിന്നൊക്കെ അറിഞ്ഞു അതിനെ കുറിച്ചൊക്കെ കേട്ടോ. സംഭവം ഗംഭീരമായി ഞാൻ അറിഞ്ഞു. ഗ്രൂമിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞങ്ങൾക്ക് സാറിനെ ശരിക്കും പേടിയായിരുന്നു. പക്ഷെ സാറ് സാറിനെ പക്ഷെ ഏത് സാറായിരുന്നു അത്? കൂളൂർ മാഷായിരുന്നു. ജയപ്രകാശ് കുളൂർ. കൂളൂർ മാഷ്. കുളൂർ മാഷ് എന്നാണോ അദ്ദേഹം നിങ്ങൾ വിളിക്കുന്നത്? അതൊരു സ്ഥലമാണ് കോഴിക്കോടിന്റെ അടുത്തുള്ളത്. ഞങ്ങളിപ്പോ സാറിന് ആ പേര് കൊടുത്തു കഴിഞ്ഞു, കുളൂർ അല്ലേ? അദ്ദേഹം സന്തുഷ്ടനായി കാണും. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങി ആ പേടിയാണ് ഞങ്ങളെ ഗ്രൂം ചെയ്ത് എടുക്കുന്നത് എന്നുള്ള കാര്യം. പിന്നെ സാറിന് തലയിൽ കയറി ഞങ്ങൾ മുള അരയ്ക്കാൻ തുടങ്ങി. മുള അരച്ചോ? ആ സാറിന്റെ തലയിലെടുത്തു അല്ലേ? അതെ. അപ്പോ താങ്കളുടെ പേര് പറഞ്ഞില്ല. നീബ നിബിൻ. നീബയാണല്ലേ? ഭായാണോ ബായാണോ? പുല്ലയുടെ അല്ല. മിമിക്രി അറിയാമോ? ഇല്ല. സുരേഷ് ഗോപിയെ പരിചയമുണ്ടോ? ഇല്ല, എനിക്ക് അറിയത്തേ ഇല്ല. അല്ല, ഒന്ന് പരിചയപ്പെടണം. കല്ല് പുല്ല് നെല്ലെന്ന് തിരിയാമല്ലോ. പുല്ലേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഓക്കെ. നിബയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഈ പരിപാടിയിൽ വരുമ്പം? അതായത് നിങ്ങളിപ്പോൾ 26 പേരല്ലേ? അല്ലേ? 26 പേർക്ക് 26 പ്രത്യേകതകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 26 അല്ല. എത്ര പേരുണ്ട്? 18. അപ്പോൾ 18 പേർക്കും 18 പ്രത്യേകതകൾ ഉണ്ടെന്നാണ് പൊതുവെ വിശ്വാസം. എനിക്ക് എന്തൊരു കാര്യം, എനിക്ക് ചെറിയ പേടി ഉണ്ടെങ്കിലും 2 ഇങ്ങോട്ട് കിട്ടുമെന്നുണ്ടെങ്കിലും അങ്ങോട്ട് എന്തായാലും എനിക്ക് പറയാനുള്ള പറഞ്ഞിട്ടേ ഞാൻ. ആദ്യം നമുക്കൊന്ന് നേരെയാവണേ, ആദ്യം ഒരെണ്ണം നന്നായി കിട്ടണം. അല്ല, കിട്ടും ഉറപ്പായിരിക്കും. അടി ഒരെണ്ണം കിട്ടുമെന്നാണെങ്കിലും ഈ സത്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ?
അല്ല അത് കാര്യമില്ല എന്നുവെച്ചാൽ ആള് ഇന്റർനാഷണൽ വോളിബോൾ പ്ലെയർ ആണ്, നല്ല എന്റെ അമ്മോ വെൽ പ്രതികാരം ചെയ്താണല്ലോ. അതുകൊണ്ട് എന്തായാലും ഞാൻ പോയി എന്താന്ന് ചോദിച്ചാൽ എന്നോട് വെറുതെ എന്റെ കൈ വെക്കുന്നത് ഞാൻ ഇതിന് ഓടിക്കുന്നത്. അങ്ങനെ ഓളി പെട്ടുപോകുന്ന ബാളായി മാറുമല്ലോ ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പേടിയുണ്ടാവും ആളുടെ കയ്യിൽ നിന്ന് കിട്ടും. മീൻസ് ഞാൻ ഹസ്ബൻഡിന്റെ കാര്യമല്ല പറയുന്നത്, പൊതുവെ ഒരു കാര്യമാണ്. അതിപ്പോ വാങ്ങിച്ചിട്ടുണ്ടോ? ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. എല്ലാരും മിക്ക ഭാര്യവരും പറഞ്ഞറിയോ, സ്നേഹപുരസരം ഭർത്താവ് ഒരു തല്ലിയാലുണ്ടല്ലോ, അതിന്റെ ഓർമ്മകളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കും എന്റെ മദർ ഇൻ ലോയ്ക്കിട്ടും കിട്ടിയിട്ടുണ്ട്. മദറിലേക്കും കിട്ടിയോ? ആ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ വരുവേ, അപ്പൊ ഹസ്ബൻഡ് എന്നെയാണെങ്കിലും എന്റെ മദർ ഇൻ ലോനാണെങ്കിലും ഡിപ്പാർട്ട്മെന്റ് കെട്ടിപ്പിടിച്ച ആളാണ്. മീൻസ് അമ്മേനെ കെട്ടിപ്പിടിക്കത്തില്ലേ? ഇല്ലേ, ആരും കെട്ടിപ്പിടിക്കാറില്ല. ഓ അങ്ങനെ നമ്മളൊന്നും സമ്മതിക്കത്തില്ല. ഇല്ല അല്ലേ, ഞങ്ങളുടെ വീട്ടില് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ പിടിക്കുമ്പോഴത്തേക്ക് അമ്മ വന്നിട്ട് പറയും, നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, എന്റെ കൈ മൊത്തം ചതയ്ക്കാൻ വേണ്ടിയാണോ വരുന്നതെന്നൊക്കെ ഒന്ന് ചോദിക്കും. പക്ഷെ ആള് ഈ പ്രാക്ടീസ് അടിച്ചടിച്ചടിച്ചടിച്ച് ഞങ്ങളെ പിടിച്ചെടുപ്പോഴത്തേക്കും. അതെ അതെ. എത്ര അടി നീളം? 6 അടി മേലുണ്ട്. ബാക്കി നാട്ടുകാർ കൊടുത്തോ? മേളുള്ളത്. ഓക്കെ. അപ്പൊ എന്തായാലും സൂക്ഷിക്കണം ഞാൻ, അല്ലേ? ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അത് ആ വോളിബോളൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ കാണുമായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം ഇഷ്ടമായല്ലോ, തീർച്ചയായിട്ടും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഇനി പങ്കെടുക്കുന്ന ആരെയാണ് ഞാൻ ചോദിക്കാനുള്ളത്? ഓക്കെ. എന്താണ് ചേച്ചി മൈക്ക് നടിപ്പിച്ചോ ചേച്ചി? പേരെന്താ? റിനീഷ. ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. പറ റിനീഷ. ഹസ്ബൻഡ് ഹാരിസ്. ഞങ്ങൾ രണ്ടുപേരും IT ഫേമിലാണ്. വോളിബോൾ പ്ലെയർ ആണോ? അല്ല IT ആണ്. രണ്ടുപേരും IT ആണ്. രണ്ടുപേരും IT പിന്നെ സംസാരം കാണത്തില്ലല്ലേ? രണ്ടുപേരുടെ കൂന കുത്തിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ അല്ലേ? ഞാൻ ഇൻഫോസിൽ വർക്ക് ചെയ്യുന്നു. ഭാവിയുണ്ട്, 10 മാസമായി. പേര് റയാൻ. ഹസ്ബൻഡ് മമ്മി ഡാഡി എല്ലാവരും ഉണ്ട്. ഒരുമിച്ചാണ് താമസം. എവിടെ താമസിക്കുന്നു? ബാംഗ്ലൂർ, കെയർപുരത്ത്. പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ അടുത്ത്? ഉണ്ട്. അവിടെ അറിയാമല്ലോ ഇങ്ങനെ ഒരാള് അവിടെ താമസിക്കുന്നു എന്നുള്ളത്? ഉണ്ട്. കല്യാണം കഴിഞ്ഞ് 2 വർഷമേ ഉള്ളൂ. അപ്പൊ 2 വർഷമേ ഉള്ളൂ ഞാൻ അവിടെ. പക്ഷെ അവര് 10 വർഷമായി. മതി പോലീസ് സ്റ്റേഷൻ അറിയാൻ വേണ്ടി. ഇവിടെ 2ാം ദിവസം ഡിവോഴ്സ് ചെയ്ത് വീട്ടിൽ പോകുന്ന കാലം. അവര് 10 വർഷമായി. ശരിക്കും അനീഷയാണല്ലോ? റിനീഷയാണ്. അതെന്തോ ഒരു വല്ലാത്തൊരു പേര്, വല്ലാത്ത പേര്. മലയാളി ഇട്ട പേരല്ലേ അത്? അതെ അതെ അതെ. ആരാ ഇട്ട പേര്? എന്റെ വീട് ഗൂഡലൂരാണ്, തമിഴ്നാട്, നീലഗിരി ഡിസ്ട്രിക്റ്റില്. ഗൂഡലൂർ. മലയാളിയല്ലേ താങ്കള്? മലയാളിയാ. ബോൺ തമിഴ്നാട്ടിൽ. മറ്റൊരു സ്ഥലത്ത് ജനിച്ചു. അത് ആ മലയാളികളിലാണ് ഞാൻ കൂടുതൽ മലയാളിത്തം കാണുന്നത്. കാരണം ഞാൻ ദൂരെ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും മനസ്സിലായിട്ടുള്ളത് മലയാളത്തെ വളരെ കൂടുതൽ സ്നേഹിക്കുന്ന അവരാണെന്ന്. കാരണം അവർക്ക് കുറച്ചുകൂടി നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ നാടും വീടും ബന്ധുക്കളെയൊക്കെ വിട്ട് കുറച്ച് അകലെ താമസിക്കുമ്പോഴാണ് നമ്മൾ കൈവിട്ടു പോയതിനൊക്കെ വിലയുണ്ടെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നു ഭയങ്കര അവർക്ക് ഈ നമ്മുടെ പച്ചപ്പൊക്കെ കാണുമ്പോഴല്ലേ, ശിർവാണി പുഴയിലെ വെള്ളമൊക്കെ കാണുമ്പോൾ അവർക്ക് ഇങ്ങനെ കുളിരും. ഒരു 10-45 നദികളുണ്ടല്ലോ നമുക്ക്, അതിൽ 4 മേലോട്ടും മറ്റെല്ലാം കീഴോട്ടും ഒഴുകുന്ന പരിസ്ഥിതിക്കാർ പറയുന്നത്. അപ്പോൾ ആ നദികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്തൊരു സുഖമാണ്. താങ്കൾ വെളിയിരിക്കുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? എനിക്കും അതുപോലെയായിരുന്നു. ഞാൻ ജനിച്ചതും പഠിച്ചതൊക്കെ തമിഴ്നാട്ടിലായിരുന്നു. കോളേജ് ഗൂഡലൂർ സ്കൂളിംഗ്, കോളേജ് കോയമ്പത്തൂരായിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വീണ്ടും കർണാടകയിലാണ്. സോ കേരളത്തിൽ ഇരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. സോ ഹസ്ബൻഡ് ഇവിടെ പാലക്കാടാണ്. സോ ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ 2 ദിവസമായി. പാലക്കാടൊക്കെ കണ്ടപ്പോ എന്തായാലും ഇവിടെ ഒരു വീട് വാങ്ങണം. നമ്മള് എന്തായാലും നമ്മള് കേരളത്തോട്ട് പുറത്താണെങ്കിലും നമ്മുടെ സ്വന്തം സ്ഥലത്ത് ഒരു വീട് വേണം. വയസ്സാകുമ്പോ എന്തായാലും IT ഫീൽഡിൽ ഇരിക്കാൻ പോകണില്ല. ഒബ്വിയസ്ലി വയസ്സാവുന്നൊരു ഒരു ഫീൽ ഉണ്ടാവരുത്, അതാണ് ഏറ്റവും പ്രധാനം. ഉണ്ടായാൽ പോയി. നമ്മുടെ കൊച്ചു പിള്ളേരെ പോലെ അകാല വാർദ്ധക്യം വരാൻ പാടില്ല. കൊച്ചു കുട്ടികളില്ലേ, അവർ നടക്കുന്ന കണ്ട് ഇങ്ങനെ അങ്ങനെ ആകാൻ പാടില്ല. അപ്പൊ ഈ പ്രോഗ്രാമിൽ വന്ന ഒരു ഇത് കാണത്തില്ല, ഒരു മജ കാണത്തില്ലേ? ഒരു ഉണ്ടോ ഭയങ്കരമായിട്ട് സ്പിരിറ്റ് കൂടുതലായിട്ടിരിക്കുക. സ്പിരിറ്റ് കൂടി കഴിഞ്ഞാൽ ഒരു ഇതാവോ? എങ്ങനെയായിരിക്കും? ഭയങ്കര ജോഷിൽ ടിവിയിലൊക്കെ കാണുമ്പോൾ ഓരോ റൗണ്ടിനും ഗ്രൂമിങ്ങിനൊക്കെ വരും. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി എന്താ വീട്ടമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഉറപ്പാ. ഈ സമ്മാനം സ്വപ്നമെല്ലാം കാണാറുണ്ടോ? ആ ക്രൗൺ തലയിലിരിക്കുന്നതോ? അങ്ങനെ സ്വപ്നം കാണാറില്ല. സ്വപ്നം കണ്ടത് ഏതായിരുന്നു? കിട്ടിയ സന്തോഷം. പക്ഷെ എനിക്കൊരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി. സോ എന്റെ ടാലൻസ് പുറത്തു കൊണ്ടുവരാൻ പറ്റും, അങ്ങനെയെന്ന് എനിക്കൊരു വിശ്വാസം. അതന്നെ. ഓക്കെ, റിനീഷയ്ക്ക് മാത്രമായിട്ട് ഞാൻ ആശംസ പറയല്ല. നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് കിട്ടണമെന്ന് എൻ്റെ പ്രാർത്ഥന. വഴിയെ ഒന്നും കൊണ്ടുപോകരുത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. അപ്പോൾ ഈ പ്രോഗ്രാമിലെല്ലാം പങ്കെടുത്തോ? ഇല്ല, ഇന്നലെ കൗൺസിലർ ഞങ്ങളുടെ നെയ്ബറാണ്, അപ്പോൾ ഞങ്ങളെ വിളിച്ചോണ്ട് വന്നു. നന്നായി. ഇദ്ദേഹത്തിന് നമുക്ക് നല്ല ബന്ധമാണ് കേട്ടോ. ഞാൻ ഇദ്ദേഹത്തിന് ഇവിടെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇദ്ദേഹത്തിനെ എപ്പോഴും കാണുമ്പോൾ KS ചിത്രയുടെ കൂടെയാണ് കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ച ചിത്രാജി ഇവിടെ കാണാൻ ഇരിപ്പുണ്ടോ എന്ന് ഞാൻ ആദ്യം സംശയിച്ചു.
എങ്കിൽ പിന്നെ ആകെ പ്രശ്നമായിരുന്നു ചിത്ര. ഭയങ്കര മടിയായിട്ടാ വന്ന് ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൗൺസിലർ. അത് സന്തോഷമല്ലേ, അതൊക്കെ ഒരു സന്തോഷമല്ലേ. പ്രത്യേകിച്ച് എപ്പോഴും പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് പറച്ചിലും കൂടെ. ക്യാമറ ഫേസ് ചെയ്യാനൊക്കെ മടിയായതുകൊണ്ട് അത് പക്ഷേ ക്യാമറമാൻ അവർ മാം പേടിക്കണ്ട. ഇവിടെ ഉണ്ണിയെ കണ്ടപ്പോഴാ ഒരു ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം മൊത്തം പ്രശ്നം എടുക്കും. നോട്ട് നിരോധിച്ചില്ലേ കംപ്ലീറ്റ്. അപ്പോൾ ഇത് ഈ ഒരു പ്രോഗ്രാം കുറിച്ച് പറഞ്ഞല്ലോ, എന്താ മാമിന് തോന്നുന്നത്? നല്ലൊരു പ്രോഗ്രാം, ഒരു ചേഞ്ച് റിയാലിറ്റി ഷോയില് യൂഷ്വലി കാണുന്ന പാട്ടും. ഇതില് നമ്മുടെ ഒരു ശ്രദ്ധ എന്താന്ന് ചോദിച്ചാൽ കൃത്രിമങ്ങൾ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ ഈ റിയാലിറ്റി ഷോകളിലൊക്കെ പല നാടകങ്ങളും കളിക്കും. ഇപ്പം ഉദാഹരണത്തിന് ഭർത്താവ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഭാര്യ നമ്മൾ രഹസ്യമായിട്ടൊന്ന് ഉപദേശിച്ചേക്കും, ഒന്ന് ഉടക്കിയൊരു ഞങ്ങൾക്കൊന്ന് ഷൂട്ട് ചെയ്തൊന്ന് റേറ്റിംഗ് പിടിക്കണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇതിനകത്ത് അങ്ങനെയുള്ള കൃത്രിമങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കുറച്ചുകൂടി ജെന്യുവിനായിട്ടുള്ളൊരു ഷോ ആയിട്ട് ഇത് കൺസീവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെ ഇരിക്കുക, ഇവരെല്ലാം ഗജപോക്രികളാന്ന് തോന്നുന്നു. വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. വളരെ ടാലന്റഡാണ്. ഞാൻ വിചാരിച്ചെന്ന് അറിയുമോ, ഇവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേ അങ്ങയുടെ കാര്യം നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ ആലോചിക്കുന്നത്. എല്ലാരും തന്നെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് തോന്നി. അത് ഇവർ ഗ്രൂമിങ് കഴിഞ്ഞവരാ, അതാണ്. ഗ്രൂമിങ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര ആത്മവിശ്വാസം വന്നു എന്നാ പറയുന്നത് അല്ലേ? നിങ്ങൾക്കെല്ലാം ആത്മവിശ്വാസം വന്നില്ലേ? കുളൂർ മാഷിനെ നിങ്ങൾ കുളിപ്പിച്ച് കിടത്തില്ലേ? പറഞ്ഞില്ലേ കുളൂർ മാഷിന്റെ തലേ കയറി എന്ന് പറഞ്ഞു കേട്ടില്ലേ, ഒരു വോളിബോൾ പ്ലെയറിന്റെ പത്നി. ഇയാള് ഞങ്ങളുടെ നെയ്ബറാണ്, തേവര തന്നെയാണ്. നിങ്ങൾക്ക് ശല്യമൊന്നും ഇല്ലല്ലോ? ഓക്കെ. ഞാൻ അമ്പിളിയൻ നായർ, തേവരയിൽ നിന്ന് വരുന്നു. സ്വദേശം കോട്ടയമാണ്. കോട്ടയത്ത് കങ്ങഴ എന്ന ഒരു പ്രകൃതി രമണീയമായ ഗ്രാമം. വീട്ടമ്മ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭാഗ്യം സിദ്ധിച്ച വീട്ടമ്മമാർ തന്നെ. ഇന്നിപ്പോ ഇത് സംപ്രേഷണം ചെയ്ത് തുടങ്ങി. ഇവര് യഥാർത്ഥത്തിൽ ഈ കേരളത്തിന് അടുത്ത കുറച്ച് ആഴ്ചകളിലേക്ക് താരങ്ങളാവാൻ പോകുന്നവരാണ്. അതെ അതെ, ഇവര് വളരെ ഭാഗ്യം സിദ്ധിച്ചവര്. കാരണം വീട്ടിലെ സന്തോഷം ഉള്ളതുകൊണ്ടാണല്ലോ അവരിവിടെ ഇരിക്കാൻ കാരണം. വീട്ടിലെ സമാധാനവും സന്തോഷവും. പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, ഒരു വീട്ടമ്മ എന്ന് പറയുന്നത് വീടിന്റെ അസ്തിത്വം നിലനിർത്താനും വീടിന്റെ അസ്ഥിവാരം തോണ്ടാനും പറ്റും. ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹ ജീവിതം തുടങ്ങിക്കഴിയുമ്പോഴാണ് ഒരു കുടുംബിനിയായി ഒരു വീട്ടമ്മയായി മാറുന്നത്. അത് ജോലിയുള്ളവരായാലും, ഒരു കുട്ടി പറഞ്ഞ പോലെ ജോലിയുള്ളവരായാലും ജോലി ഇല്ലാത്തവരായാലും എല്ലാവരും വീട്ടമ്മമാര് തന്നെയാണ്. പക്ഷെ അവര് ഓരോരുത്തരും യുണീക്കാണ്. ഈ അവരുടെ സ്വന്തമായ ഒരു ജീവിത ശൈലി അവർ തന്നെ രൂപപ്പെടുത്തിയെടുത്ത് കുടുംബത്തിലെ സ്നേഹവും സന്തോഷവും നിലനിർത്താൻ ഓരോ വീട്ടമ്മമാരും ശ്രമിക്കേണ്ടത്. നമ്മുടെ മലയാളികളായ വീട്ടമ്മമാർക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ അവർ ഈ ലോകത്ത് എവിടെ ചെന്നാലും അവർക്ക് ജീവിക്കാൻ ഒരു പാടുമില്ല. കാരണം അവർക്ക് അവരുടേതായ ഒരു തനിമ നിലനിർത്താനും പിന്നെ ഏത് സാഹചര്യവുമായി ഇണങ്ങിപ്പോകാനും പറ്റുന്ന വീട്ടമ്മമാരാണ് നമ്മുടെ നാട്ടിലെ മലയാളികളായ. നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാര് എവിടെ പിടിച്ചിട്ടാലും ജീവിക്കുന്നുള്ള സത്യം. തീർച്ചയായിട്ടും ഏത് നാട്ടിലോ ഏത് രാജ്യത്ത് പോയാലും അവര് എങ്ങനെയാണെങ്കിലും എഴുന്നേറ്റ് അവര് സടകുടഞ്ഞ് എഴുന്നേറ്റ് ജീവിക്കും. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ഞാൻ ഒരിക്കലും ഡിസ്നി വേൾഡ് ഉണ്ടല്ലോ US ഡിസ്നി വേൾഡില് ലക്ഷക്കണക്കിന് ആൾക്കാർ നിൽക്കുന്ന നടുവിൽ നിന്നപ്പോൾ പുറകെ നിന്നൊരു ചേട്ടത്തി വിളിക്കുക, ചേട്ടാ എന്ന് വിളിച്ചു. അപ്പം ഞാനത് തിരിഞ്ഞു നോക്കി, ചെവി കേൾക്കുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാന്ന്. ഞാൻ വളരെ സന്തോഷത്തോടെ, അവിടെ ഒരാൾ എന്നെ തിരിച്ചറിയുന്നില്ല. അപ്പൊ നമ്മൾ വലിയ പ്രശസ്തനായിട്ട് അവിടെ കയറി നിൽക്കുക. അല്ല, പ്രശസ്തനാന്ന് പറഞ്ഞ് നിൽക്കുക അവിടെ. അപ്പൊ ഒറ്റയാളും തിരിച്ചറിയില്ല. ആ മനപ്രയാസി നമ്മൾ ഇങ്ങനെ നടക്കുന്ന ഇല്ല. ഞാൻ ഇങ്ങനെ നോക്കി, ഈ മദാമയ്ക്കൊക്കെ ഈ ടോക്ക് ഷോ ഒക്കെ കണ്ടുകൂടെ എന്നൊക്കെ ആലോചിച്ച് ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴാണ് പുറയെന്നൊരു വിളിച്ചേട്ടാന്ന്. ഞാനൊന്ന് തിരിഞ്ഞു നോക്കി, എവിടെയാ വീട് എന്ന് ചോദിക്കാൻ. അപ്പോഴാണ് ഞാൻ ചെവി കേൾക്കുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. അതൊക്കെ അമേരിക്കയിൽ പോയ വീട്ടമ്മയുടെ സ്മാർട്ട്നെസ് ആണ് അല്ലേ? ഇപ്പൊ അവര് വീട്ടിലിരുന്ന് കാണുന്നുണ്ടാവും. അതെന്താ വെച്ചാല് നമ്മുടെ ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ ഒരു മാതാവും ഒരു ഭരണാധികാരിയും കൂടിയാണ്. ഒരു കുടുംബത്തിലെ സമാധാനവും സന്തോഷവും എങ്ങനെ നിലനിർത്തി പോകണം, അത് ഇപ്പം രണ്ട് കുടുംബങ്ങൾ ചേരുന്നതാണ്. ഒരു സ്ത്രീയും പുരുഷനും കൂടി വന്ന് ചേരുമ്പോൾ രണ്ട് കുടുംബങ്ങൾ, ആ കുടുംബത്തിലെ അടി നടക്കരുത്. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ മുമ്പുണ്ടായിരുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ കൂടുതൽ അധ്വാനിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യം കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനും ഏത് സാഹചര്യത്തെ നേരിടാനും ഇന്നത്തെ സ്ത്രീകൾ അതിനുള്ള ആർജവം ഉള്ളവരാണ്. അവരത് പക്ഷേ അതിനുവേണ്ടി വീട്ടിലുള്ളവർ ഏറ്റവും കൂടുതൽ എന്നാന്ന് വെച്ചാൽ സ്നേഹം, പരിപൂർണമായ സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള
ആ സ്നേഹത്തില് അതിനിടയ്ക്ക് മറ്റേ കലാപരിപാടിയൊക്കെ ഇപ്പോഴും ഉണ്ടോ? കഥ എഴുത്തുമൊക്കെ മോണോ ആക്ട് എല്ലാം ഉണ്ടല്ലോ. നന്നായിരിക്കട്ടെ. ഓക്കെ, ഇത് വയ്ക്കൂ. ഇനിയിപ്പം അങ്ങോട്ട് കലാപരിപാടികളുടെ ഘോഷയാത്രയായിരിക്കും. ഇപ്പം താങ്കൾക്ക് മത്സര ഫലത്തിൽ ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കാൻ താങ്കൾ എന്ത് പ്രിക്കോഷൻ എടുത്തിട്ടുള്ളത്? ഇപ്പോൾ ഏത് രീതിയിലാണ് ടാസ്ക് വരുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ ടാസ്ക് ഉണ്ടാകുന്നുള്ള ഉറപ്പാണ്. ഏത് രീതിയിലുള്ള ടാസ്ക്? ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളായിരിക്കും എന്നതും ഉറപ്പാണ്. തെങ്ങ് കയറാൻ പറഞ്ഞാലോ? ഒരു കൈ നോക്കും എന്തായാലും. തെങ്ങ് നോക്കുവോ? അല്ലല്ല, ഇപ്പൊ അല്ല, തെങ്ങ് കയറാനുള്ള സംവിധാനങ്ങൾ ഇല്ല. അറിയാവുന്ന കായിക പരിപാടി ഏതൊക്കെയാ? കായിക പരിപാടികൾ അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല. ഇല്ല. പക്ഷെ ചെയ്യാൻ പറഞ്ഞാൽ എന്തായാലും ശ്രമിക്കും. ഈ മാർഷ്യൽ ആർട്സ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? മാർഷ്യൽ ആർട്സ് പഠിച്ചിട്ടില്ല. പെൺകുട്ടികൾ മാർഷ്യൽ ആർട്സ് പഠിക്കണം എന്നുള്ള ആള് പറയുന്നതിനെ കുറിച്ച് എന്താ? നല്ലതായിരിക്കും. ആർക്ക് പഠിപ്പിക്കുന്നതാണല്ലോ? അല്ല, പെൺകുട്ടികൾക്ക് എങ്ങനെ ഗുണം ചെയ്യും അത് നമുക്കിപ്പോ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ സഹായിക്കും. പിന്നെ അതുപോലെ ഒരു രാത്രിയിലൊക്കെ നടന്നു പോകുമ്പോഴാണെങ്കിലും നമുക്കൊന്ന് പയറ്റി നോക്കാലോ. രാത്രി നടന്നു പോകുമ്പോൾ മാർഷ്യൽ ആർട്സ് പഠിച്ചിട്ടുള്ള ആരെല്ലാം ഉണ്ടോ? ആരെല്ലാം ഉണ്ടോ? എടോ വോളിബോളെ പണ്ട് പഠിച്ചോ? എന്തൊക്കെയാ പഠിച്ചെന്തായിരുന്നു? കരാട്ടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കരാട്ടെ പഠിച്ചോ? ഇല്ല, ഇപ്പൊ എനിക്കത് എന്താന്ന് പോലും അറിയില്ല. അത് ഏത് വർഷമായിരിക്കും? 1980-ലോ? 80-ഓ? ഓക്കെ, എനിക്ക് മനസ്സിലായി. ഇപ്പൊ പ്രായം ഏതാണ്ട് മനസ്സിലായി. പിന്നെ അത് നമ്മളൊന്നും ചെയ്തില്ല. ഒരു സ്കൂൾ ടൈമിൽ കുറെ സ്പോർട്ടി ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പെൺകുട്ടികൾക്ക് കരുത്ത് കൂടാൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തീർച്ചയായിട്ടും നല്ലതാണ്. ഒന്ന്, നമ്മുടെ ബോഡി നല്ല രീതിയിൽ നമുക്ക് ഗ്രൂം ചെയ്ത് ഷേപ്പിൽ വെക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ആ ഒരു ഇത് തന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. എവിടെ പോകാനാണെങ്കിലും ഏതൊരു സർക്കംസ്റ്റൻസ് നമുക്ക് തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തായാലും അതിലൂടെ ഉണ്ടാവും. എനിക്ക് നല്ല വിശ്വാസം. മാത്രമല്ല, നിങ്ങൾ ഈ പ്രോഗ്രാം അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബിസിനസ് സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ആളുകൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. കുറേ കൊല്ലങ്ങളായിട്ട് ഞാൻ ഈ ടെലിവിഷനിൽ സംസാരിക്കുന്ന ആൾക്കാരുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ ഞാൻ തൊട്ട കൈക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്, അയാളോട് കളിച്ചാൽ വിവരം അറിയും എന്നൊക്കെയാണ് ഒരു സ്ക്രീൻ ഇമേജാണ്. അപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഉടക്കാനൊന്നും അങ്ങനെ വരത്തില്ല. ആണല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ ഇനി ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളോട് അവനെ നഗരത്തിൽ വെച്ച് ഞാൻ കഴുത്തിൽ വിളിച്ച് ഒറ്റ അരകലക്കി കൊടുത്തു, പിന്നെ നിങ്ങളെ കാണുന്ന വഴിയിൽ ആള് വരത്തില്ല. കാരണം അത് നിങ്ങൾക്കുണ്ടാകുന്ന ഭയങ്കര ഇമേജ്. എന്റെ പൊടി പോലും കാണില്ലായിരിക്കും അത് കഴിഞ്ഞിട്ടല്ലേ? പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അങ്ങനെയാവും. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ജീവിതമൊക്കെ കൊത്ത കുളമായി എന്ന് തോന്നിച്ചിരിക്കുകയാണോ മിനി? അങ്ങനെയല്ലല്ലോ, അങ്ങനെയൊന്നും അല്ലേ? എനിക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നുന്നില്ലേ ഇപ്പം? സിംഹാസനം അടിച്ചെടുക്കുവോ? ശ്രമിക്കണം. അയ്യാ, അപ്പോൾ ചേട്ടാ, ഇപ്പോൾ മിനിയുടെ ഒരു ബുദ്ധി വ്യായാമം പരിശോധിക്കാൻ വേണ്ടി, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി പരിശോധിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്ര തലവൻ ആരാണെന്ന് ചോദിച്ചു, ആരെന്ന് പറയും? നരേന്ദ്രമോദി. നോട്ട് നിരോധിച്ചതിന് മുമ്പ് പറയാൻ ഉദ്ദേശിച്ച ഡയലോഗാണോ പിമ്പ് പറയാൻ ഉദ്ദേശിച്ച ഡയലോഗാണോ? പോപ്പുലാരിറ്റി ഭയങ്കരമാണ് മോദി. പോപ്പുലാരിറ്റി ഭയങ്കര. അദ്ദേഹത്തിന്റെ ഏത് അംശത്തെയാണ്? അദ്ദേഹം നല്ലൊരു ഒറേറ്ററാണ്. ആൾക്കാരെ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക ഒരു വാക് സാമർഥ്യമുണ്ട്, ഒക്കെയുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ മറു രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരു കരുത്തനാണ് അദ്ദേഹം എന്നൊരു തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ കയറി അടിക്കാൻ വരുന്ന തീവ്രവാദികളൊക്കെ രണ്ടു വട്ടം ആലോചിക്കാനൊക്കെ സാധ്യതയുണ്ട് അദ്ദേഹത്തിന്. അതേസമയം ഈ നോട്ട് നിരോധിച്ചതിന് ശേഷം കുറേ ആളുകളെങ്കിലും അദ്ദേഹത്തെ മനസ്സാൽ വിറക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി ഞങ്ങളുടെ അന്നം മുട്ടിച്ചല്ലോ എന്നൊരു തോന്നലുള്ള ഒരുപാട് ആൾക്കാർ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കേട്ടോണ്ടിരിക്കുക മിനി ഇത് പറയുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഏറ്റവും ഒരു കരുത്തൻ എന്നുള്ളത് ക്രൗഡ് പുള്ളറാണ്. പിന്നെ ഡിസിഷൻസ് എല്ലാം അത്യാവശ്യം കാശ് കയ്യിലുണ്ടോ മിനി? കയ്യിൽ ഈ 24,000 അല്ലാതെ അതൊരു പ്രധാന സംഭവമാണല്ലോ അല്ലേ? ഗട്സ് വേണം. അങ്ങനെ ഒരു ഗട്സ് വേണം അല്ലേ? ജീവിതത്തിൽ താങ്കൾ എങ്ങനെയാ ഗട്സ് ഉള്ള ആളാണോ? അത്യാവശ്യം. അതെങ്ങനെയാണ്? ഒരു ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളൊരു നഗരത്തിൽ ഇപ്പം ഇന്ത്യയിലെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പല നഗരങ്ങളിലും പല നാട്ടിൻപുറങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ അവർക്ക് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം, നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നു, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നു, നിങ്ങൾക്ക് അവരെ നേരിടാനുള്ള കരുത്തുണ്ടോ? ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ബാംഗ്ലൂരിൽ ട്രാവൽ ചെയ്യുന്നത്. താങ്കൾ ഡിഫൻസിലായതുകൊണ്ടാണോ അത് അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെയല്ല, അല്ലാതെ പ്രതിരോധത്തിൽ ചേർന്ന് കഴിഞ്ഞാലേ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു പ്രതിരോധം എങ്ങനെയായിരിക്കും? ഒരു പ്രതിരോധം താനെ വരുമല്ലേ? ഇവരെയൊക്കെ പ്രതിരോധത്തിൽ ചേറ്റിയാലോ നമുക്ക്? അങ്ങനെയില്ല, ഒരു കോൺഫിഡൻസ് വരും. ഞാനിപ്പോൾ ഈ പ്രോഗ്രാമിൽ ശ്രുതിയുടെ ശബ്ദം കുറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പേര് കൃത്യമായിട്ട് ഓർത്തിരുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി.
ഇതിനകത്തൊരു റൗണ്ട് വരാൻ പോകുന്നുണ്ട്. ഏറ്റവും വലിയ ഗോസിപ്പ് പറയുക. ശ്രുതി ഒരു ഗോസിപ്പ് പറഞ്ഞ് ഞാൻ കേൾക്കട്ടെ. ആ, കല്ല് വെച്ച നോണ. ആ, പറഞ്ഞ് ശീലമില്ലല്ലേ? അപ്പോൾ അതൊക്കെ ശീലിക്കണം. നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഗ്രഹപാഠങ്ങൾ ചെയ്യേണ്ടി വരില്ല. താങ്കൾക്കത് എന്തോ ഇതുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇതിനകത്ത് എക്സ്പെർട്ട് ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഈ ഗോസിപ്പ് പറയാൻ എക്സ്പെർട്ട്. ഗോസിപ്പല്ലേ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്. ഇത് വീട്ടിലും നാട്ടിലൊക്കെ ഇറങ്ങി ഇഷ്ടം പോലെ പറയാറില്ലേ? കണ്ണൂർക്കാരിക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ആ, പറയാം. ഒരു ഗോസിപ്പ് പറയും. ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഗോസിപ്പ് പറയും. ഇവരെയും നോക്കണ്ട. ആ, ഉള്ളതാണെന്ന് തോന്നരുത് അവർക്ക്. ഗോസിപ്പായിട്ട് തോന്നണം. ഇവരോട് പറയണ പോലെയാണോ? ഈ നിങ്ങളിപ്പോൾ പ്രേക്ഷകരോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മലയാളി വീട്ടമ്മയിലെ 20 മത്സരാർത്ഥികൾ, 18 അല്ലേ? മലയാളി വീട്ടമ്മയിലെ 18 മത്സരാർത്ഥികൾ ഇപ്പം മാളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരിങ്ങനെ നോക്കുക, അയ്യോ അവരുടെ സാരിയൊക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. മനസ്സിലായി? അപ്പൊ അവരോടാ പറയേണ്ടത്. ആ, എന്തിനെ പറ്റിയും പറയാം. എന്തിനെ പറ്റിയും, ഈ ഭൂമണ്ഡലത്തിലുള്ള എന്തിനെ കുറിച്ചും പറയാം. ഈ പരിപാടി വന്നതിന് ശേഷമുള്ള ഒരു ഗോസിപ്പ് ഞാൻ പറയും. ഗോസിപ്പ് തന്നെയല്ലേ? അങ്ങനെ എടുക്കണേ. അത് ഉള്ളതാന്ന് തോന്നണം. ഗോസിപ്പ് പറയുന്നു ഉള്ളതാന്ന് തോന്നണം. എക്സ്ക്യൂസ് മീ, ക്യാമറ നോക്കിയിട്ടാണോ? എന്നെ നോക്കി പറഞ്ഞാൽ എന്നെ എത്ര നോക്കാൻ കൊള്ളാത്തളാണ്. പറഞ്ഞോളൂ. ഞാനേ ശ്രീകണ്ഠൻ നായർ ഷോയിൽ പോയിട്ടുണ്ടായിരുന്നു. സാറിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. ഞാൻ വിചാരിച്ചത് ഭയങ്കര ഡീസന്റ് ആണെന്നാണ്. പക്ഷെ ആളത്ര ഡീസന്റ് ഒന്നും അല്ല. അത് ഗോസിപ്പാന്നു. പറയുന്ന ഡീസന്റ് ഒന്നല്ല. അവിടെ വന്ന ഒരു ചേച്ചിയുമായിട്ട് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് എനിക്ക്. ഞങ്ങള് ഷോ കട്ട് ചെയ്യുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് തന്നെ ഒരു നോട്ടം എനിക്കത് ഫീൽ ചെയ്തു. യാഥാർത്ഥ്യ പറഞ്ഞോണ്ട് അല്ലേ? ഇതിന് ഗോസിപ്പ് പറയാൻ അറിയത്തില്ല. കുറച്ച് ശീലിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ രാജി മൈക്ക് വയ്ക്കുള്ളൂ. രാജി, നമുക്ക് ഇതിനകത്ത് മത്സരങ്ങൾ കുതിച്ചങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രാജി ആഗ്രഹിക്കുന്ന റൗണ്ട് എന്താ ഇതിനകത്ത്? ഞാനിങ്ങനെ ചോദിക്കുക, രാജിക്ക് ഇഷ്ടപ്പെട്ട ഒരു റൗണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് മൂല്യം വളർത്താൻ, നിലവാരം ഉണ്ടാക്കാൻ, നമ്മുടെ പരിസരം വൃത്തിയാക്കാൻ, നമ്മൾ അന്യരോട് നന്നായി പെരുമാറാൻ, വീട്ടിൽ നമ്മൾ നല്ലൊരു വീട്ടമ്മയാവാൻ, അച്ഛനോട് നന്നായിട്ട് ഇപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ തന്നെ പണ്ട് എന്ന് വെച്ചാൽ പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് കാലേ തൊട്ട് തൊഴുതു ഇറങ്ങി എന്നൊക്കെ പറയുന്നത് വലിയൊരു വിശ്വാസമായിരുന്നു. ഇപ്പം കിളവേ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള സ്റ്റൈലിലാണ് പിള്ളേർ പലപ്പോഴും നടക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ നമുക്കൊരു മലയാളിക്കായിട്ടൊരു മൂല്യ വിചാരം ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. അങ്ങനെ എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ഞാൻ പറയുന്ന റൗണ്ടുകളല്ല ഞാൻ രാജിന്ന് ഉദ്ദേശിക്കുന്നത്. രാജിക്ക് ഇഷ്ടമുള്ള സാറ് പറഞ്ഞ പോലെ നമ്മുടെ അപ്പൂപ്പൻ അമ്മൂമ്മമാര് അവരുമായുള്ള നമ്മളുടെ ഒരു ബന്ധം കാണിക്കാൻ പറ്റിയ ഒരു റൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായും എനിക്ക് ഒരുപാട് ഇഷ്ടമാകും. കാരണം എൻ്റെ അമ്മൂമ്മയായിട്ട് അമ്മയുടെ അപ്പൂപ്പന്മാരോട് വലിയ അടുപ്പമുള്ള ആളാണോ അതോ അപ്പൂപ്പന്മാര് അല്ല? അപ്പൂപ്പന്മാരൊക്കെ നേരത്തെ മരിച്ചുപോയി. അമ്മൂമ്മമാരുമായിട്ട് നല്ല സൗഹൃദത്തിൽ തന്നെയാണ്. അമ്മയുടെ അമ്മ നല്ല ഇപ്പോഴും എല്ലാ കാര്യത്തിനും ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിന് വന്നാൽ പോലും അമ്മൂമ്മയുടെ അടുക്ക പോയി അനുഗ്രഹം വാങ്ങിച്ചിട്ടൊക്കെയാണ് വന്നതും. മുത്തശ്ശി എവിടെയാ? മുത്തശ്ശി ഇപ്പൊ അമ്മയുടെ വീട്ടിലുണ്ട്. ഞാനിപ്പം നാട്ടിൽ വന്നപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ കാണാനും അന്വേഷണം വേണം മുത്തശ്ശിയോട്. പറഞ്ഞേക്കാം, തീർച്ചയായും പറഞ്ഞേക്കാം. കമലമ്മ. കമലമ്മ മുത്തശ്ശി, ഐ ആം ഹിയർ. മുത്തശ്ശിക്ക് സന്തോഷമായി കാണും അല്ലേ? കാരണം മുത്തശ്ശി നമ്മളെ ചിലപ്പോഴൊക്കെ കണ്ടു കാണുമല്ലോ എന്തായാലും. അതെ, തീർച്ചയായും കാണുന്നുണ്ടല്ലോ. മുത്തശ്ശിയോടൊന്ന് പറയണം. ഓക്കെ, അപ്പോൾ ബാക്കി പറയും. അപ്പം അങ്ങനെ ഒരു റൗണ്ട്, കാരണം സാറ് പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും നമ്മുടെ ഈ പുതുതലമുറയ്ക്ക് ഗ്രാൻഡ് പേരൻസുമായിട്ട് അതിനുള്ളൊരു സമയം കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളാണേ പോലും, ഇപ്പം എൻ്റെ കുഞ്ഞാണേ പോലും നാട്ടിൽ ഈ വെക്കേഷൻ ഒരു മാസം വരുമ്പോഴാണ് ഈ അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ കാണുന്നത്. വീണ്ടും പോകുമ്പം വീണ്ടും മറന്നു പോകും, പക്ഷെ ഇവിടെ വരുമ്പോൾ വീണ്ടും അടുക്കും. പക്ഷെ അങ്ങനെ ഒരു ബന്ധമല്ല ഇപ്പം. പക്ഷെ നമ്മളൊക്കെ അങ്ങനെയല്ലല്ലോ വളർന്നു വന്നിട്ടുള്ളത്. അപ്പം അതൊക്കെ ഇപ്പോഴത്തെ തലമുറ അറിഞ്ഞിരിക്കണം. ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുള്ളത്? താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? പറയും. ചോദിച്ചോളൂ. മൈക്ക് അടുപ്പിച്ച് ചോദിക്കൂ. അഭിപ്രായ വ്യത്യാസമില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മൂമ്മേനെ കുറിച്ച് ആലോചിച്ചു. അതെന്താ വെച്ചാൽ സാറ് സ്മാർട്ട് ഷോ ഉണ്ടല്ലോ, ഞാനിത് പറയുമായിരുന്നു ഇവരോട്. സാറ് വരുന്നുണ്ട് പറയുമ്പോൾ സ്മാർട്ട് ഷോ കണ്ടാല് സാറെ കണ്ടു കഴിഞ്ഞാൽ സാറ് ഫസ്റ്റ് പറയുമ്പോൾ ഇങ്ങനെ ക്ലോസപ്പ് എടുക്കും, സാറെ മാത്രം. അത് അപ്പുറത്തുള്ളവരോടാണ് പറയണതെന്ന് അമ്മൂമ്മയ്ക്ക് അറിയില്ല. ആൾക്കിപ്പോ കുറച്ച് ഇതായിക്കൊണ്ടിരിക്കുക. അപ്പോ സാറിങ്ങനെ കൈ ചൂണ്ടിയൊക്കെ പറയുമ്പോ ദേ എന്നോട് പറയണത് ശ്രീകണ്ഠൻ എന്റെ കൂടെ പഠിച്ച ആളാന്ന് എപ്പോഴും പറയും. ഇനി ഒരു സഹായം ചെയ്യണം, അമ്മൂമ്മയുടെ പ്രായം വെളിപ്പെടുത്തരുത്.
ഓക്കെ. അപ്പൊ അതുകൊണ്ട് സാർ ഒന്നൊരു ഹായ് പറയൂ എന്റെ അമ്മമ്മക്ക്. അമ്മൂമ്മയുടെ പേര് പത്മിനി അമ്മ. പത്മിനി അമ്മൂമ്മ സ്മാർട്ട് ഷോ ഒക്കെ കണ്ടില്ലേ? യാ ഓക്കെ. അമ്മൂമ്മ കണ്ടു, ഹായ്. അപ്പം അമ്മമ്മ സ്മാർട്ട് ഷോ ഒക്കെ കാണുമായിരുന്നു അല്ലേ? അതാ ഇപ്പൊ യഥാർത്ഥം ഇപ്പോഴാണ് നമ്മുടെ ക്യാമറമാർക്ക് വിവരം വെച്ചത്. ഇങ്ങനെ ക്ലോസ് കാണിച്ച ആൾക്കാർ അവരുടെ കൂടെ സംസാരിക്കുന്നത് മനസ്സിലാക്കുള്ളൂ. ഇപ്പോഴാണ് മനസ്സിലായത്. നന്നായി. ഓക്കെ, അപ്പൊ പറയൂ. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞപ്പോ അത് പറയാൻ വേണ്ടി വന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് കുറെ കലാപരിപാടികൾ ചെയ്യേണ്ടി വരും. ശീർഷാസനം മുതൽ പല പരിപാടികളുണ്ട്. അതൊന്നൊരു വിഷയമല്ല. അല്ലേ? കായബലം നന്നായിട്ടുണ്ടല്ലോ. ക്ഷമാശീലം എങ്ങനെയാ ആളിന്റെ? എന്റെ തീരല്ല, കുഴപ്പമില്ല. എന്നാലും ഇവിടെ വന്നതിന് ശേഷം ഏത് ചേച്ചിയോട് അടി വെച്ചത്? ഇതിനകത്ത് അടിയൊന്നും വെച്ചിട്ടില്ല, ഇതുവരെ അടിയൊന്നും വെച്ചിട്ടില്ല. സമയമായില്ല, അതുകൊണ്ട് കുറച്ചല്ലേ ആയുള്ളൂ. അങ്ങോട്ട് പോകെ മാത്രമല്ല ഇതിനകത്ത് എപ്പോഴാണെന്നറിയാം നിങ്ങൾക്കൊരു മത്സര ബുദ്ധിയൊക്കെ വരുന്നത്. ഈ എലിമിനേഷൻ മഹാപ്രോസസ്സിലേക്ക് കടക്കുന്ന സമയത്ത് അതായിരിക്കും അതിൻ്റെ ഒരു ഊർജ്ജം. പക്ഷെ ഇതിനകത്ത് എലിമിനേഷനും ഒരു മാന്യത കാണും കേട്ടോ. സാധാരണ റിയാലിറ്റി ഷോയിൽ ഉള്ള നാടകം ഉണ്ടാക്കുന്നതായിരിക്കത്തില്ല ഇതിനകത്ത്. സമാധാനമായെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ സങ്കടങ്ങളുണ്ടാവും. കാരണം നിങ്ങൾ ഇത്രയും ആൾക്കാരുമായിട്ട് ഇപ്പോൾ വളരെ അടുത്തില്ലേ, അതൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നല്ലാതെ സാധാരണ റിയാലിറ്റി ഷോകളിൽ ഉണ്ടാകുന്ന നാടകീയ മുഹൂർത്തങ്ങൾ ചിലപ്പം ഇതിൽ ഉണ്ടായില്ല എന്ന് വരാം. പക്ഷേ ഇതിനകത്ത് വേറെ ഒരുപാട് എലമെന്റ്സ് വേറെ ഉണ്ട്. റിയൽ ആയിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ സംഭവിക്കുന്ന അതായത് നമ്മളെല്ലാം ചെയ്യേണ്ടി വരും എന്നറിയാം. ഈ ഇങ്ങനെ ഒരു ഷോയിൽ കുറേ അധികം ആൾക്കാർ പങ്കെടുത്തല്ലോ. 10,000-4,000 ആളുകൾ മത്സരിച്ച ഒരു സ്ഥലത്താണ് നിങ്ങൾ വന്ന് പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാരെ സ്ക്രീൻ ചെയ്ത് വന്നപ്പോൾ സെലക്ട് ചെയ്യപ്പെട്ട താരസുന്ദരിമാരാണ് നിങ്ങൾ. അപ്പോ ആർക്കെങ്കിലും ഇല്ല? അല്ല, അവിടെ നിന്ന് എന്തൊരു ശബ്ദം കേട്ടു. പറഞ്ഞോളൂ. ഓ ഒന്ന് അപ്പൊ ഈ സുന്ദരിയുടെ ക്ലോസ് വയ്ക്കൂ. സത്യം പറഞ്ഞു. എന്താ പറഞ്ഞു? റെഡി. ഓക്കെ, എന്താ പറഞ്ഞോളൂ രാജി. രമ്യ. പിന്നെ രാജി ആരായിരുന്നു? എല്ലാരും കണക്കാ. ഓക്കെ, രമ്യ. ഓക്കെ, റെഡി. പറഞ്ഞോളൂ. അപ്പോ നമ്മളെ അതായത് എന്തും പ്രതീക്ഷിക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ. അത് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വൃത്തികേടായാലും പറഞ്ഞോ? അങ്ങനെയില്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഒരു മലയാളിയുടെ മൂല്യബോധത്തിന്റെ ചുറ്റളവിന്റെ അകത്ത് നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവൂ. മുതല ടെലിവിഷനിലൂടെ നമ്മളിത് സംപ്രേഷണം ചെയ്യുമ്പോൾ ഒരു 10-30 കൊല്ലക്കാലത്തേക്കെങ്കിലും നമ്മുടെ പ്രേക്ഷകർ ആലോചിക്കണം. ഞാൻ പറഞ്ഞ മലയാളം പഠിപ്പിക്കും എന്നുള്ളത് മാത്രമല്ല, ഈ മലയാളി വളർന്നു വന്ന ഒരു സംസ്കാര രീതിയുണ്ട്, ഒരു വഴിയുണ്ട്, ഒരു പൈതൃകമുണ്ട്. അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ ആൾക്കാരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മൾ ഈ കടലിനക്കരെയൊക്കെ പോകുന്ന അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെയുള്ള പുതിയ തലമുറ മൊത്തം മലയാളം പഠിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ അറിയുന്നില്ലെന്നുള്ളൂ, അവർ നന്നായിട്ട് മലയാളത്തിൽ താല്പര്യം കാണിച്ചു തുടങ്ങി. അപ്പോൾ താല്പര്യം കാണിച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഇളം തലമുറ ഇങ്ങനെ മലയാളം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മലയാളത്തെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ഈ മണ്ണിനെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവർ വളരെ വളർത്തണ്ടേ അവരെ? ഒരു കുട്ടിയല്ലേ ഉള്ളത്? 2 കുട്ടികൾ. അവരെ മലയാളം പഠിപ്പിക്കുന്നുണ്ടോ? ഇതൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത് മാർക്ക് കൂടുതൽ വാങ്ങിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ പ്രശ്നത്തിലെ കള്ളവും പറയാൻ പറ്റില്ല. കാരണം അറിയോ, പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുക. അല്ലേ? മോള് മാത്രമേ പഠിക്കുന്നുള്ളൂ, LKG. അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് വിരുദ്ധമായിട്ട് ഞാനൊന്നും പറയില്ല. അതൊക്കെ നല്ലതാണ്. ഇംഗ്ലീഷ് പഠിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതേസമയം നമ്മൾ മലയാളം എന്ന് പറയുന്ന ഭാഷ നമ്മുടെ അമ്മ പോലെ, അമ്മ മലയാളം എന്നല്ലേ പറഞ്ഞു. ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോവുകയാണെങ്കിലും എല്ലാ പേരൻസും പറയും മലയാളം വെറുതെ മലയാളത്തിലൊന്ന് നമ്മളിപ്പോ കുട്ടികളിപ്പോ മാത്സ് പഠിക്കുകയാണെങ്കിൽ 1 2 3 അങ്ങനെ എന്തിനാ 1 2 എന്തിനാ പഠിക്കുന്നത്? നമ്മളിവിടെ പറയുന്നല്ലേ, അതൊക്കെ പഠിച്ചോളും. അപ്പൊ എല്ലാവരും അതാണ് നോക്കുന്നത്. ഇംഗ്ലീഷ് നമ്മൾ എങ്ങനെയാ സ്കൂളിൽ പോയാലും കുട്ടികൾ ഇംഗ്ലീഷാണ് മെയിൻ നോക്കുന്നത്. വീട്ടിൽ വന്നാലും നമ്മളത് മലയാളത്തിൽ നമ്മൾ ഒരു പുച്ഛിക്കലാണ് എപ്പോഴും. അങ്ങനെ പുച്ഛിക്കരുത്. ഇല്ല. അത് ഏത് ചായ എന്നറിയാമോ? ഇല്ല. പുച്ഛത്തിന്റെ ചായ അറിയാമോ? അതാ പഠിക്കേണ്ടത്. ഓക്കെ, ഇതിനകത്ത് അഭിനേതാക്കൾ ആരാ ഉള്ളത്? അത് നിങ്ങൾ അക്ഷരങ്ങളെല്ലാം നന്നായി പഠിച്ചോണം കേട്ടോ. കാരണം ചിലപ്പോൾ നിങ്ങൾ ഈ മലയാളി വീട്ടമ്മയിൽ ഈ മലയാളമൊക്കെ പറഞ്ഞ് പഠിച്ചൊക്കെ പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് കുഞ്ഞിഞ്ഞി വന്നേ പുച്ഛത്തിന്റെ ചായ ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ബുദ്ധിമുട്ടിച്ചെന്ന് വരും. അപ്പോൾ ഇതിനകത്ത് അഭിനേതാക്കൾ ആരാ ഉള്ളത്? അഭിനേത്രികൾ? എല്ലാവരും അഭിനയിക്കും. ജീവിതത്തിലല്ല ഞാൻ ചോദിച്ചത്, ഈ പ്രോഗ്രാമിൽ ഒരവസരം കിട്ടിയാൽ. നമ്മുടെ മാമിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. സുജാതയുടെ മുഖമാന്നാ പറഞ്ഞേ. സുജാതയെ വളരെ അടുത്ത് കണ്ടിട്ടുള്ള ആളാ. പിന്നെ ആരാണ് പറഞ്ഞത്? ആണല്ലേ? ചെറിയ ചായ ഉണ്ടല്ലേ? ചെറിയ ചായ ഉണ്ട്. പറയുമ്പോ നമുക്ക് തോന്നിപ്പോകുന്നു അല്ലേ? ഉണ്ട് കേട്ടോ, ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കാര്യം എന്നറിയാം, ഒരുപാട് ഗായികമാരുടെ കൂടെ ഇങ്ങനെ സഹവാസമുള്ള ആളാ. കാണുന്നവര് എവിടെ കൊണ്ടാണോ സുജാതയുടെ ചായ?
അത് സുജാത പറഞ്ഞോളും അല്ലേ? മൈക്കെവിടെ? ആ യാ, നിങ്ങൾ ആരെങ്കിലും ഒന്നും സംസാരിക്കുന്നില്ലേ? നിങ്ങൾ ആരെങ്കിലും? മാളടുത്ത് പുത്തഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. പുത്തഞ്ചിറ. ഇപ്പൊ ഇവിടെ കണ്ട ഈ ഷോയില് ഇവിടെ ഇരിക്കുന്ന മക്കളെ എല്ലാം കണ്ടപ്പോ മലയാളി വീട്ടമ്മ എന്നുള്ള ഒരു പ്രോഗ്രാം പരിപാടി ഇന്നത് കുറിച്ച് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു പരിപാടി ഇവിടെ ചെയ്തതിന് ഞാൻ ഇതിന്റെ സംഘാടകർക്ക് ആദ്യം തന്നെ നന്ദി പറയാണ്. കാരണം മലയാളത്തിനെ പുച്ഛിച്ച് വളരെ തള്ളി പറയുന്ന ഒരു കാലരീതിയിലാണ് പോകുന്നത്. അമ്മച്ചിക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 2 മക്കള്, ഒരു മകനും ഒരു മകളും. അവരൊക്കെ എവിടെ? ഒരാള് മകൻ ദുബായിലാണ്, ഒരു ഫാമിലിയും ദുബായിയാണ്. മകള് നാട്ടിലുണ്ട്, ചാലക്കുടി അടുത്ത സ്ഥലത്ത്. അങ്ങോട്ടൊക്കെ പോറുണ്ടോ? ദുബായിക്ക് പോയിട്ടില്ല. എന്താ അമ്മച്ചി പോകാത്തെ? പോവാൻ സൗകര്യമായിട്ടില്ല. ഞാൻ ഒരു ടിക്കറ്റ് എടുത്തരാം അമ്മച്ചിക്ക്. ഞാൻ ഇസ്രായേലിൽ പോയിരുന്നു കഴിഞ്ഞ വർഷം. ഇസ്രായേലിൽ പോയോ? അവിടെ എന്താ പരിപാടി? അവിടെ ഒന്നുമില്ല, വെറുതെ കാണാൻ പോയി. എന്റെ അമ്മോ, അമ്മച്ചി ഞാൻ കണ്ട ലുക്ക് കണ്ട തോന്നത്തൊന്നുമില്ല കേട്ടോ. ഇസ്രായേലിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മച്ചി? നല്ല ഇതായിരുന്നു. ഞങ്ങളുടെ ക്രിസ്ത്യൻസിന്റെ ഒരു പ്രത്യേക സ്ഥലമാണ് ഇസ്രായേല്. ഞങ്ങള് കണ്ടു. മലയാളമൊക്കെ അറിയാവുന്നവരുണ്ടോ അവിടെ? എന്തോ മലയാളം അറിയുന്നവര് വളരെ തുച്ഛം, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കണ്ടവരോട് മലയാളം പറഞ്ഞല്ലോ അമ്മച്ചി? കണ്ടവരോട് മലയാളം പറഞ്ഞു. നമുക്ക് മലയാളം അറിയുള്ളൂ. അതേ ഉള്ളൂ. അത് മതി അമ്മച്ചി, മലയാളം വലിയ ലാംഗ്വേജ് അല്ലേ അമ്മച്ചി? അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം ശനി ഞായറും രാത്രി 9 മണിക്കാണ് വരുന്നത്. അമ്മച്ചി ഒന്ന് ഒരു 4-5 ആഴ്ച നിർബന്ധമായി കാണണം. കണ്ടു കഴിഞ്ഞ് എനിക്ക് 2 ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പഴേ ചോദിച്ചാൽ അമ്മച്ചി ഓർത്ത് വെക്കില്ലേ? അത് കഴിഞ്ഞ് ചോദിക്കാം. ശരി. അപ്പോ നിമിഷ, മൈക്ക് വേണ്ട. സോറി. നിമിഷ, അപ്പോൾ നമ്മൾ ഇത് എത്ര കാലം ഉണ്ടായിരിക്കും ഈ ജീവിതം എന്നാണ് വിചാരിക്കുന്നത്? ടെലിവിഷനിൽ വല്ല ചിന്തയുണ്ടോ? 1 വർഷത്തോളം ഉണ്ടെന്നാ പറയുന്നേ. ആണോ? അതില് ആ 1 വർഷം പോകുമെന്ന് വിശ്വസിക്കുന്നു. അല്ല, ഇതിനകത്ത് എലിമിനേഷൻ പ്രോസസ് ഉണ്ടാവും. അപ്പൊ എലിമിനേഷൻ പ്രോസസ് കടന്നു പോകും എന്ന് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. ഉണ്ടോ? അപ്പോൾ അത് നമ്മൾ വിശ്വസിച്ചില്ലേ ശരിയാവത്തില്ലല്ലോ. സ്വന്തമായി നിമിഷം വിലയിരുത്തിയാലേ. അപ്പോൾ ഈ പ്രോഗ്രാമിൽ വന്ന നിങ്ങളെല്ലാം ഒരു ശരാശരി മേളിൽ കഴിവുള്ളവരാണെന്ന് വിധി എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ 10,000-4,000 ആൾക്കാർ അപേക്ഷകരിൽ ഒരിക്കലും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടത്തില്ല. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ കുറച്ച് കഴിവുള്ളവരാണ് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഈ പ്രോഗ്രാമിൻ്റെ അവസാന റൗണ്ട് വരെ നിൽക്കാനുള്ള ഏറ്റവും വലിയ കഴിവ് താങ്കളിൽ എടുത്തു പറഞ്ഞാൽ എന്താണുള്ളത്? ഇൻവെർട്ടഡ് കോമയിൽ പറയണം. അതെങ്ങനെയാ പറയുന്നത്? അങ്ങ് പറഞ്ഞാൽ മതി. അത് ആൾക്കാർക്ക്, പ്രേക്ഷകർക്ക് തോന്നണം ഇൻവെർട്ടഡ് കോമയാണ്. ബുദ്ധി. വലിയ ബുദ്ധിയാണോ? വലിയ ബുദ്ധിയല്ല, നിന്ന് പോകാനുള്ള ബുദ്ധി അതുണ്ടോ? ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കല്യാണം കഴിച്ച ആൾക്ക് എത്ര ഇതുണ്ട്, സ്വത്തുണ്ട്? കല്യാണം കഴിച്ച ആളിനെ എങ്ങനെ കണ്ടുപിടിച്ചു? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. കല്യാണം കഴിക്കാനായിട്ട് പെണ്ണ് കാണാനായിട്ട് അദ്ദേഹം വന്നപ്പോൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ബുദ്ധിയുണ്ടെന്നാണ് പറഞ്ഞത്. ചോദിച്ചില്ല. പേര് ഇവിടെ അല്ലേ പഠിച്ചത് എന്നൊക്കെ അങ്ങനെ ചോദിച്ചു. IT-കാരൊന്നും ചോദിക്കത്തില്ലേ? അങ്ങനൊന്നും ചോദിച്ചില്ല. എല്ലാം അറിയാലോ. ബുദ്ധി ഉണ്ടെന്ന് പുള്ളിക്ക് എങ്ങനെ മനസ്സിലായി എന്നാ ഞാൻ ചോദിക്കുന്നത്. ബുദ്ധി ഉണ്ടെന്ന് പുള്ളി അത്ര വിശ്വസിക്കുന്നില്ല, ഞാൻ തന്നെ വിശ്വസിക്കുന്നു. ഇതുവഴി എനിക്കതൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. എനിക്ക് തോന്നണോ ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ പുള്ളിക്ക് മനസ്സിലാവും. അതെന്തായാലും വളരെ നന്നായി നിമിഷ. മാത്രമല്ല പ്രൂവ് ചെയ്യാനും കൂടെ നമ്മൾ എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കണം. മാത്രമല്ല അത് എനിക്ക് തോന്നുന്നത് ഇത്രയും കാലമായിട്ട് നിമിഷം വിചാരിച്ചിട്ട് നടക്കാഞ്ഞ കാര്യമല്ലേ ഇത്. മിക്കവാറും ഈ ദിവസത്തോടെ അത് നടക്കും കേട്ടോ. എന്തായാലും അത് നടക്കും. വേറെ ബുദ്ധിയുള്ളവരാരാ? അവാന്തര വിഭാഗം ആരാ ഉള്ളത്? ബുദ്ധിയുള്ളവരാരൊക്കെയാ ഉള്ളത്? ഇവിടെ ഉണ്ടോ ബുദ്ധിയുള്ളവരോ? ഒരു ബുദ്ധിമതി എങ്ങനെ തിരിച്ചറിയും? ഇപ്പോൾ പുള്ളി നിമിഷ പറഞ്ഞു ബുദ്ധിയുള്ള ആളാന്ന് പറഞ്ഞു, പെട്ടിയവന് മനസ്സിലായിട്ടുമില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും തിരിച്ചറിയാം? അവരുടെ സാധാരണ ഇപ്പോൾ ക്ഷയരോഗം എപ്പോഴും ചുമച്ചുകൊണ്ട് നടക്കും, ഒരു സിംറ്റം കാണുമല്ലോ. അതിൽ ബുദ്ധിയുള്ള ഒരാളിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എന്നെ നോക്കിയാൽ മതിയായിരിക്കും. ഓ അല്ല, മനസ്സിലായത് എനിക്ക് മനസ്സിലായി. ഇദ്ദേഹത്തിനെ നോക്കിയാൽ ബുദ്ധിയുള്ള ഒരാളുടെ ലക്ഷണം അറിയാവുന്നു അല്ലേ? അതാണ്. ഓക്കെ, അത് നന്നായി. അപ്പം നിങ്ങൾ എല്ലാവരും ബുദ്ധിയുള്ളവരാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ ബുദ്ധി ഇല്ലാത്തവരല്ല. ബുദ്ധി എന്താണ്? ബുദ്ധി എന്ന് പറയുന്ന സാധനം എന്താണ്? തലയിൽ ആള് താമസം ഉണ്ടെന്ന് അവസരത്തിനൊത്ത് ആ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാനുള്ള ആൾക്കാണ് ബുദ്ധി എന്ന് പറയാൻ പറ്റുക. എന്റെ ഒരു നോട്ടത്തിൽ കേട്ടോ, എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം, ഇയാളോട് തന്നെ ചോദിക്കാം. അതായത് നിങ്ങൾ ഒരു തീവണ്ടി സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങളിരിക്കുന്ന ബോഗിയുടെ മുന്നിലത്തെ ബോഗിക്ക് തീ പിടിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും?
മുന്നിലത്തെ ബോഗിക്ക് നമ്മുടെ നിങ്ങൾ തീവണ്ടിയിൽ പോകുന്നു, നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് നിങ്ങളിരിക്കുന്ന തീവണ്ടിക്ക് ബോഗിക്ക് പ്രശ്നമൊന്നുമില്ല, അതിൻ്റെ മുന്നിലത്തെ ബോഗിക്ക് തീ പിടിച്ചു. ചെയിൻ വലിക്കും ആദ്യമേ. ആ ചെയിൻ വലിച്ചിട്ട് അവര് നമ്മുടെ ബോഗിയിലുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താനുള്ള പെട്ടെന്ന് ഇറങ്ങി പോകാനും കൂട്ടത്തില് നമ്മുടെ ബന്ധുക്കാരെങ്കിൽ അവരോടൊക്കെ ഇറങ്ങി പോകാൻ പറയും. ഈ ആ തീവണ്ടി ഓടിക്കുന്ന ഡ്രൈവർ താങ്കളാണെങ്കിൽ താങ്കൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം ഇറങ്ങി രക്ഷപ്പെടുവോ? ഇല്ല, അങ്ങനെയല്ല. നമ്മളെ ആദ്യം വണ്ടി നിർത്താനുള്ളത് നോക്കും, നിർത്തിയിട്ട് ഫയർ അവരെ വിളിച്ചിട്ട് ആദ്യം അത് കിടത്താനുള്ള ശ്രമം നോക്കാം. നമ്മൾ ഓടിപ്പോയാൽ അത് ശരിയാവൂലല്ലോ. നമ്മൾ നിങ്ങളുടെയൊക്കെ ബുദ്ധി അല്ല, നമ്മൾ എന്തായാലും അവരെ ഇത്ര സ്ഥലം വരെ കൊണ്ടുപോകല്ലോ. അപ്പൊ നമ്മൾ ഇറങ്ങി ഓടിയാൽ അത് ശരിയാവൂലല്ലോ. നമ്മൾ ആദ്യം ഇവിടെ നിർത്തിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് നമ്മൾ അതിനകത്ത് ഒരു എപ്പോഴും അവരുടെ താല്പര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കും അല്ലേ? അതല്ല, നമ്മളൊരു കാര്യം ഏറ്റെടുത്താലും നമ്മൾ അതിനനുസരിച്ച് അവരെ ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പ്രതീക്ഷിക്കാം. കാരണം ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞാലൊന്നും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അതിനകത്ത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ടെലിവിഷനിൽ വരുന്ന ഇപ്പോഴാണോ? നമ്മളെ ഫ്ലവേഴ്സിന്റെ തന്നെ പായസമേളയിൽ പായസമേള വന്നായിരുന്നു. പായസം വെച്ചു. നാട്ടുകാരല്ലോ, ക്രൂ മെമ്പേഴ്സ് അവരെല്ലാം കുടിച്ചോ? കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അന്നാണോ 4 പേര് ആശുപത്രിയിലായിരുന്നു? അന്നാവില്ല സാർ, അന്നത്തെ വേറെ ഷൂട്ട് ഉണ്ടായിരുന്നു, അതിന്റെ ആയിരിക്കും. പായസമേളയിൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഏതൊക്കെ പായസം വെച്ചതെന്ന്? ഞാനന്ന് ചോളം നേന്ത്രപ്പഴം കൂട്ടിട്ട്. ശരിക്കും കുക്കിംഗ് അറിയാമോ? ആരാ സർട്ടിഫിക്കറ്റ് തരുന്നത്? വീട്ടില് ഹസ്ബൻഡ് തന്നെയാണ് സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പൊ ഈ ടെലിവിഷനിൽ ആദ്യമായിട്ട് ഇറങ്ങിയിട്ട് ആളിനെ കണ്ട ഒരു നിമിഷം ഉണ്ടല്ലോ, അതെന്താ ഫീൽ ചെയ്തപ്പോ? അതായത് ടെലിവിഷനിൽ വന്നു, പായസമേളയിൽ പങ്കെടുത്തു, പായസം വെച്ചു, നാട്ടുകാരോട് ചിരിച്ചു, ടൈറ്റായിട്ട് കാണിച്ചു, ക്ലോസപ്പിൽ ചിരിച്ചു, സുജാത ചിരിക്കുന്ന പോലുള്ള ചിരി, ഒരു എത്ര ഡോളറാ, $1000 ചിരി, ആ ചിരിച്ചു കഴിഞ്ഞാൽ സുജാതയ്ക്ക് എപ്പോഴും ചിരി അല്ലേ മാം? സുജു എപ്പോഴും ചിരിയാളാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, സുജാതയ്ക്ക് സന്തോഷമേ ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഫീൽ എങ്ങനെയായിരുന്നു? കാരണം എന്താ പറയാ, ഇത് കണ്ടുകൊണ്ടിരുന്ന നല്ല എക്സ്പീരിയൻസ് സാർ. എന്താ വെച്ചാൽ ഒരു സന്തോഷമുണ്ട്. പിന്നെ അതിൽ കൂടുതൽ ഹസ്ബൻഡിന് ഹാപ്പിയാണ്. മോള് ഇടയ്ക്കിടയ്ക്ക് അവള് അത് എടുത്ത് നോക്കുക, അമ്മയാണിത്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോ ചോദിക്കട്ടെ, ഞാനിപ്പോ താങ്കൾ പ്രശസ്തയാകുന്നു, താങ്കൾ പ്രശസ്തയാകുമ്പോൾ ഞാൻ പാരലായിട്ട് താങ്കളുടെ ഹസ്ബൻഡിനെ കൂടെ പ്രശസ്തനാക്കാൻ തീരുമാനിക്കുന്നു. ഓട്ടോമാറ്റിക്കലി ആവുമല്ലോ. ആവും. അതാണ് കളി. ഒന്നി പഴിച്ചാൽ 2 അല്ലേ? ആവും അല്ലേ? അപ്പൊ ഈ അദ്ദേഹത്തിന് ഒരു കോംപ്ലക്സ് അടിക്കുമോ? അദ്ദേഹം പ്രശസ്തിയോടെ മുന്നോട്ട് പോകുമ്പോൾ കൂടെ ഒരു പ്രശസ്ത വരുന്നു. പ്രശസ്തയല്ല, പ്രശസ്ത ഇല്ല, അങ്ങനെ വരത്തില്ല അല്ലേ? അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾ ഇദ്ദേഹം പറയട്ടെ, ഒരു എയർവേസ് കാര്യം നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ അവസാനത്തിലേക്ക് കിടക്കാം. ബാക്കി നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം അങ്ങോട്ട് പോകുമ്പോൾ ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഒന്നും കാണത്തില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ കലാപരിപാടി, കായപ്രവർത്തനം, ബുദ്ധി വൈഭവം, പിന്നെ നിങ്ങളുടെ രാക്ഷസീയത എല്ലാം ഇതിനകത്തൂടെ ഇതാവും. നിങ്ങൾ എങ്ങനെയെല്ലാം പെരുമാറുന്നു. അപ്പോൾ മലയാളിക്ക് എന്തെല്ലാം സവിശേഷ ഗുണങ്ങളുണ്ടോ അതെല്ലാം പരീക്ഷണ വിധേയമാക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമായിരിക്കും ഇത്. ഒരു 50 ആഴ്ചകളിൽ മിനിമം ഇത് ആളുകൾ കാണാൻ പോകുന്നത്. അപ്പോൾ ശനി ഞായർ രാത്രി 9 മണിക്ക് നിങ്ങളെ അവർ കാണും. അതുകൊണ്ട് ഒരുപാട് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ പ്രോഗ്രാം കുറേ ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ ഈ ടെലിവിഷൻ കാഴ്ചക്കാരിലും മൗലികവാദികളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അയാളുടെ പ്രോഗ്രാം കാണത്തില്ല എന്ന് പറയും. ഇത് കണ്ട ഉടനെ അവർ റിമോട്ടിൽ വിരലമർത്തും. എന്നുവെച്ചാൽ അവർ തീരുമാനിച്ചുറച്ചിട്ടുണ്ട് ഇയാളെ ടെലിവിഷനിൽ കാണത്തില്ല. അങ്ങനെ കുറേ ആൾക്കാർ തീരുമാനിക്കുമല്ലോ ഈ പ്രോഗ്രാം കാണും. ഈ പ്രോഗ്രാമിനോട് വിദ്വേഷമുള്ളവർ അവരെ നിങ്ങൾ എങ്ങനെ പ്രോഗ്രാം കാണിക്കും? ഇതിപ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ രീതിയിലുള്ള പ്രോഗ്രാം അല്ല, ഒരു നാടകീയത ഇതിനില്ല. ശരിക്കും നാച്ചുറലായിട്ട് എന്തെല്ലാം നമ്മൾ ചെയ്യുന്നു അതെല്ലാം നിങ്ങൾ ക്യാമറയിൽ പകർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യത്യസ്തതയാണ് എല്ലാവർക്കും ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഒരു പ്രോഗ്രാം കാണുമ്പോൾ എന്ത് വന്നാലും ഒരു സെയിം പ്രോഗ്രാം തന്നെ പല പല ചാനലിൽ വരുമ്പോൾ അത് മടുക്കും. അപ്പൊ ഇതൊരു എന്ത് വന്നാലും ഒരു വ്യത്യസ്ത പ്രോഗ്രാം ആയിരിക്കുമ്പോൾ പ്രൊമോസ് തന്നെ കണ്ടാലറിയാം. ഭയങ്കര ഇപ്പം നമ്മുടെ പ്രൈസ് തന്നെ ഓൾറെഡി അനൗൺസ് ചെയ്തു, കീ വരെ. ടെലിവിഷനിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൈസ് കെട്ടിടം പൂർത്തിയായതിനു ശേഷം ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കീ
ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അത് തന്നെ ഒരു വലിയൊരു സംഭവമാണ്. കാരണം ആൾക്കാർ ഇത് അറിയുമ്പോൾ എന്ത് വന്നാലും ഇതൊരു സാധാരണ ഒരു ഷോ അല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ സാധാരണ ഒരു റിയാലിറ്റി ഷോ കാണുന്നതിനേക്കാളും കൂടുതൽ അത് മനസ്സിലായി. കാരണം ഇതിപ്പോ എല്ലാരും നല്ലൊരു ഫൈറ്റ് തന്നെ ആയിരിക്കും ഇതില്, അത് ഉറപ്പാണ്. അത് കാണാൻ എന്തായാലും ആൾക്കാരുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്നവരിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് തോന്നിയത് ആരോടാ? ശരിക്കും പറഞ്ഞാൽ 18 പേരും യുണീക്കാണ്. ഞാനത് ഇന്ന് എല്ലാ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ചിലർ ഡാൻസിലാണ്, ചിലർ സംസാരിക്കുന്ന കാര്യത്തിലാണ്, ചിലരുടെ പെരുമാറ്റ രീതി. കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഉള്ള ആരാണ് ഇവിടെ ഏറ്റവും വലിയ നാക്കാരാ ഇതിനകത്ത്? അയ്യോ, എല്ലാരും ഒന്നിനൊന്നും മെച്ചാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങള് വരുന്ന വഴിക്ക് ഞങ്ങള് കോച്ചിൽ വരുമ്പോ ഭയങ്കര ബഹളമായിരുന്നു. കാരണം എല്ലാരും അവിടുന്ന് ഇവിടുന്ന് സംസാരിച്ച് അങ്ങനെ ചോദിക്കരുത് സാർ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് മനസ്സിലായി, താങ്കൾ ഒരു ഒന്നാം തരം ഡിപ്ലോമാറ്റാ. കാര്യം ഒന്നാമത് ആവണമല്ലോ, എയർ ഹോസ്റ്റസിന്റെ പണി അറിയാലോ. അത് ഡിപ്ലോമാറ്റിക് ആയിരിക്കണം. കാരണം ഒരാള് ഒരു പാസഞ്ചർ ക്ഷുഭിതനായാലും ഡിപ്ലോമാറ്റ് ഇതാവാൻ പാടില്ലല്ലോ. ക്ഷമ 100% വേണം. അപ്പം ഞാൻ ഈ ഷോ പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തോണ്ട് ഇത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് ആര് പറയും? ഇതിലാര് പറയും? ഓളിബാളെ ഓളിബാള് പറഞ്ഞോളൂ. അതായത് നിങ്ങളിപ്പോൾ എന്ത് കൊടുത്താലും പ്രേക്ഷകർ കാണണം. അവർ ഈ 9 മണിക്ക് ടെലിവിഷൻ ഓഫ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. അവരിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അവർക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് വലിയ ഊഹങ്ങളൊന്നുമില്ല. അവർ എന്തൊക്കെയോ വരാൻ പോകുന്ന ഒരു ഇമ്പ്രഷൻ മാത്രമേ. ഒരു കുട്ടിപ്പൂരം അല്ലേ, തൃശ്ശൂർ പൂരം ഉണ്ടാകും എന്ന്. പാട്ടിൻ്റെ എല്ലാവരും പാട്ടൊക്കെ പാടുന്നവരല്ലേ? പാട്ട്, ഡാൻസ്, കളരി, ജൂഡോ എല്ലാം ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇല്ലാത്ത സാധനം ഏതാന്ന് ചോദിച്ചാൽ മതി അല്ലേ? ഏതായിരിക്കും ഇല്ലാത്ത സാധനം? ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ശകടയുണ്ടോ? ശണ്ട ഉണ്ടാവും. ഓക്കെ, ഞങ്ങള് 4000 പേരെന്ന് സാറേനെ പറഞ്ഞു. അത്രയും ഓഡിഷൻ കഴിഞ്ഞിട്ട് അല്ലെ 4000? ഞാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചേക്കേറിയ മലയാളി വീട്ടമ്മമാരിലെ 4000 പേരിൽ നിന്നാണ് നിങ്ങൾ ഈ ഭാഗ്യം ചെയ്ത താര കുടുംബമായിരിക്കും. അപ്പൊ തന്നെ എന്തേരെ ഒരു കീനായിട്ട് അത്രമാത്രം സീരിയസ് ആയിട്ടാണ് അത് കണ്ടാണ് ഇതിലേക്ക് ഞങ്ങൾ ഇന്നായിരിക്കുന്നത്. എല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരും മക്കളും ഭർത്താവും അല്ലെങ്കിൽ അമ്മ എല്ലാവരുമായിട്ട് സെറ്റിൽഡ് ആയിട്ടുള്ളവരാണ്. അപ്പം ഇവർക്കെല്ലാം സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലും കലാതിലകം, ഭരതനാട്യം എല്ലാവരും ഭയങ്കര ഫേമസ് ആണ്. ഇവരൊക്കെ ഇപ്പൊ ഇതെല്ലാം ഒതുക്കി വെച്ച് വീട്ടിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ മക്കൾക്ക് വേണ്ടി, വേറെ ഒന്നിനുമല്ല. ഞാൻ ആരും ഫ്രീഡം തരാഞ്ഞിട്ടല്ല. മക്കള് കുറച്ചൊന്ന് വലുതായി, അവരൊന്ന് പറക്കം ഒറ്റിക്കട്ടെ, എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഒരു ഷോ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇത് ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത്രയ്ക്കും സീരിയസ്നെസ് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഈ ഒരു പ്രോഗ്രാം ഞാൻ ആരാണേലും ആര് ചെയ്താലും അത് പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഈ 18 പേരും ഞങ്ങൾ എന്ത് ചെയ്യുന്നോ അതിൽ എന്തെങ്കിലും ഒരു പാഠം ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടി, നമ്മുടെ ജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഉണ്ടാവും. ചെറുതോ വലുതോ ആയിക്കോട്ടെ. ഇന്ന് മലയാളി വീട്ടമ്മയുടെ ഉദ്ഘാടന ദിവസമായിരുന്നു. നാളെ രാത്രി 9 മണിക്ക് നിങ്ങൾ തുടർന്ന് കാണുക. നിങ്ങൾക്ക് ചില സൂചനകൾ ഈ പരിപാടിയിൽ നിന്ന് കിട്ടിക്കാണും. തുടർന്ന് അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ മലയാളി ജീവിതത്തിൽ നമ്മൾ കാണാതെ പോകുന്നത്, ചിലത് കണ്ടിട്ടും കാണാതെ പോകുന്നത്, അതൊക്കെ ഇതിൽ കാണും. ഇനി മറ്റു വിശേഷവുമായി അടുത്ത ശനിയാഴ്ച രാത്രി 9:30. ഗുഡ് ബൈ.